നമസ്കാരം. നമ്മൾ പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത് വലിയ ഒരു മുഖവുരയും കൊടുക്കാതെ നേരെ ആളിലേക്ക് പോവുകയാണ്. CH മുസ്തഫ മൗലവി. മൗലവി വളരെ എന്താ പറയുക, കേരളത്തിൽ പാക ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ മൗലവിയോട് തന്നെ ചോദിക്കുക ആരാണ് മൗലവി എന്ന്. അങ്ങനെയല്ലേ നല്ലത്? നമസ്കാരം. സന്തോഷം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമ്മളിങ്ങനെ കുറേ ആയിട്ട് വർത്താനമൊക്കെ പറയുന്നുണ്ട്. നിങ്ങളെനിക്ക് കുറേ ആയിട്ട് അറിയാം. നിങ്ങളെ ഖുർആൻ അകമ്പൊരുൾ പിന്നെ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു പൊതുസമൂഹത്തിലുള്ള എല്ലാ അണ്ടർസ്റ്റാൻഡിങ്ങും എനിക്കുണ്ട്. ഞാനിപ്പം നമ്മളെ ഒരു പുതിയ വിവാദത്തിൽ തന്നെ തുടങ്ങാം. പിന്നെ നമുക്കങ്ങനെ ബാക്കോട്ട് പോവാം. എന്താണിപ്പോൾ കാസർഗോഡ് ഒരു സൂഫി സഭയിൽ പോയി APക്കാരെല്ലാവരും ഇങ്ങനെ ശരിയാക്കുന്നുണ്ടല്ലോ. എന്താണ് അതിൻ്റെ പശ്ചാത്തലം? റൂമിയെ ഞാൻ കുറേ മുമ്പേ ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന് ആ പേരിലുള്ള പ്രത്യേകതയാണ്. എനിക്കൊരു സംശയമുള്ളത് സയ്യിദ് റൂമിയാണോ സയ്യിദ് റൂമിയാണോ? സയ്യിദ് റൂമിയാണ്. ഓക്കെ അയിനാണ്. ഓക്കെ. അപ്പോൾ പിന്നെ ആ പേരിലൊരു പ്രത്യേകത ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മൾ റൂമിയുടെ ആളുകളായതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ഈ പുതിയ ഒരു വിവാദം എന്ന് പറയുന്നത് ഈ യഹിയൽ ബുഖാരി തങ്ങളെന്ന് പറയുന്ന വടിത്തങ്ങൾ എന്നറിയപ്പെടുന്ന ആള്. വടിത്തങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നല്ല പേരുകളിലൊന്നാണ് കേട്ടോ. അത് വടകര മുഹമ്മദായി തങ്ങൾ അദ്ദേഹത്തിന് ഒരു വടി കൊടുക്കുകയും അങ്ങനെ വടി എടുത്ത് നടക്കുന്നതിൽ വടിത്തങ്ങൾ എന്ന് പേര് വിളിക്കുകയും ചെയ്തു. അങ്ങനെയാണ്, അല്ലാതെ ഒരു മോശം പേരല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനിക്ക് കുറേ ആയിട്ട് അറിയാം. ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ എന്നെ അദ്ദേഹം വിളിക്കുകയും അവിടെ നോട്ടീസ് അടിക്കുകയൊക്കെ ചെയ്തിരുന്നു ഒരു 6 മാസം മുമ്പ്. പക്ഷേ എനിക്കന്ന് പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ കഴിഞ്ഞ 1-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഒരു മുരീദ് എന്നെ വിളിച്ചിട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞ് ഒഴിവായിരുന്നു. അങ്ങനെ ഞാൻ പോയതാണ്. അദ്ദേഹത്തെ കാണുക, സംസാരിക്കുക, കുറച്ച് നേരം ഒന്നിച്ചിരിക്കുക, അത്രയും ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അവിടെ പോയപ്പോഴാണ് നമ്മുടെ കുരുവട്ടൂർ തരീഖത്തിൻ്റെ ഷെയ്ഖും നൗഷാദ് ഹസനിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തങ്ങളുമായിട്ട് ഇപ്പം അടുത്ത കാലത്ത് 5-6 മാസമായിട്ട് നല്ല ബന്ധത്തിലാണ്. അവർ അവിടെ പരിപാടികൾക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കണ്ടപ്പോൾ അവരെയും എല്ലാം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അത് കണ്ടപ്പോൾ സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തങ്ങളൊരു മ്യൂസിക്കൊക്കെ പെട്ടിയൊക്കെ വായിച്ച് അപ്പോൾ കുറച്ച് നേരം മജ്ലിസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ മജ്ലിസിലേക്ക് പോയി കേട്ടോ. ഞാനും തങ്ങളും മാത്രമേ ഉള്ളൂ അവിടെ. ഒന്ന് മജ്ലിസിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മജ്ലിസിലേക്ക് പോയി. അപ്പം അവിടെ ഏതാണ്ട് തീരാറായിരിക്കുന്നു. മജ്ലിസ് തീർന്നപ്പോൾ എന്നോട് വളരെ അവിചാരിതമായിട്ട് മുസ്തഫ മൗലവിയുടെ ഉണ്ട്, 2 വാക്ക് പറയാൻ ക്ഷണിക്കുമെന്ന് പറഞ്ഞപ്പോൾ സദസ്സിനെ മാനിച്ചുകൊണ്ടും ക്ഷണിച്ച ആ ക്ഷണത്തെ മാനിച്ചുകൊണ്ടും ഞാൻ കുറച്ച് നേരം 2 മിനിറ്റ് ഞാൻ സംസാരിച്ചു. ഇത്രേ സംഭവിച്ചുള്ളൂ. അത് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നപ്പം യഥാർത്ഥത്തിൽ ഞാനവിടെ പോയതിൽ ആർക്കും ഒരു പ്രശ്നം ഉള്ളതല്ല. ഞാൻ ഹസനിയുടെ കൂടെ, നൗഷാദ് ഹസനിയുടെ കൂടെ ഞാനവിടെ പങ്കെടുത്തപ്പോൾ നൗഷാദ് ഹസനിയെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതൊരു സാധ്യതയായി എന്നുള്ളതാണ്. അപ്പോൾ മുർത്തദായ, ഇസ്ലാമെന്ന് പുറത്തുപോയ, ജൂതനായ, ഹദീസ് നിഷേധിയായ, ഷിയയായ, ഇങ്ങനെ നമുക്ക് കുറേ മുദ്രകളുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള മുസ്തഫയുടെ കൂടെ ഇയാൾ പങ്കെടുത്തു എന്നുള്ളത് അയാളുടെ ഒരു പ്രശ്നമായിട്ടാണ് അവതരിപ്പിച്ചത്. അല്ലാതെ ഞാനിപ്പം എവിടെ പോകുന്നു എന്നുള്ളത് APക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള സംഗതിയല്ല. അപ്പോൾ അത് അവർ വല്ലാതെ അങ്ങ് ആഘോഷിച്ചു. അപ്പോഴാണ് ഞാൻ ചെറിയൊരു അഭിമുഖത്തിലൂടെ എന്താണ് സംഭവിച്ചത് പറഞ്ഞതല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ ചോദിക്കണതേ, ഇപ്പം ഈ കേരളത്തിൽ ഇപ്പോൾ കുറേ ബ്രാൻഡുകൾ കിട്ടിയല്ലോ. നിങ്ങൾ ശരിക്കും അവർ പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ അഭിനവ ചേകനൂരാണ് എന്നാണ്. ശരിക്കും നിങ്ങൾ ചേകനൂരാണോ? എന്തൊക്കെയാണ് നിങ്ങളെ വാദം? ആൾക്കാരെ അറിയാനുള്ള യൂണിവേഴ്സിറ്റികളിലാണ് ഞാൻ ചോദിച്ചത്. ശരിക്കും ചേകന്നൂർ ആ വാദത്തിന് കഴിഞ്ഞ ചേകന്നൂർ രക്തസാക്ഷി ദിനം എല്ലാ വർഷവും ആണ്ടുപോലെ ഈ ചേകന്നൂരിൻ്റെ ആളുകൾ ആഘോഷിക്കാറുണ്ട് തന്നെയാണ് പറയേണ്ടത്. അല്ലാതെ അവർ വേറൊരു പണിയൊന്നും ചെയ്യാറില്ല. അപ്പോൾ അതിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാനായിരുന്നു മുഖ്യപ്രഭാഷകൻ. ഞാനതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചേകന്നൂർ മൗലവിയുടെ തിരോധാനത്തെ പ്രശ്നവൽക്കരിക്കുക എന്നുള്ളത് ഇന്നത്തെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയ ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും അതിൻ്റെ മുൻപന്തിയിൽ ഞാനുണ്ടാവും. അതേ സ്ഥാനത്ത് ചേകന്നൂരിൻ്റെ ഒരാശയത്തോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. കാരണം ചേകന്നൂർ ഈ കർമ്മശാസ്ത്രത്തിൽ കിടന്ന് കെട്ടിത്തിരിഞ്ഞ ആളാണ്. ഫിഖ്ഹായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം. നിസ്കാരം 3 ആണോ 5 ആണോ, പിന്നെ ഇത് സുന്നത്ത് നിസ്കരിക്കണോ വേണ്ടേ, നോമ്പ് എത്ര ദിവസമാണ്, ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം. അതായത് സുന്നികളും മുജാഹിദുകളും ഇവിടെ കാലങ്ങളായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന തർക്കത്തെ മറ്റൊരു ദിശയിലേക്ക് മാറ്റിവിട്ടു എന്നല്ലാതെ ഈ മുസ്ലിം സമൂഹത്തിന് പ്രത്യേകിച്ച് അദ്ദേഹം എന്തെങ്കിലും സംഭാവന ചെയ്തതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അഭിപ്രായപരമായ ഒരു സാധ്യത അദ്ദേഹം തുറന്നു വെച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അല്ലാതെ ചേകന്നൂർ മൗലവിയായിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള അഭിപ്രായ ഐക്യങ്ങളും ഇല്ല. അദ്ദേഹം പറഞ്ഞ ചില സംഗതികൾ ശരിയാണെങ്കിൽ ആ ശരിയോടൊപ്പം ഞാൻ ഉണ്ടെന്നല്ലാതെ
ചേകന്നൂരി എന്നൊക്കെ വിളിക്കുന്നത് ഒരു ബ്രാൻഡ് എന്നുള്ള അർത്ഥത്തിൽ തരിക എന്നുള്ളത് മാത്രമാണ്. എനിക്ക് എന്തെങ്കിലും അഭിപ്രായ സാമ്യതകൾ ഉണ്ടെങ്കിൽ ഈ തസവൂഫിനോടാണ്. അങ്ങനെ എന്നെ ചേർത്ത് പറയണമെങ്കിൽ തസവൂഫിനോടാണ്. സൂഫി ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിലവിലുള്ള തരീക്കത്ത് ഗ്രൂപ്പുകളല്ല. ഞാൻ മൗലാന റൂമിയൊക്കെ പോയ ഒരു ജ്ഞാനപരമായ തസവൂഫ് ഉണ്ടല്ലോ, അതിനോട് മാത്രമാണ് എനിക്ക് ആഭിമുഖ്യമുള്ളത്. അപ്പം ചേകനൂർ എന്നുള്ള അതിനെ നിരാകരിക്കും, തീർച്ചയായിട്ടും നിരാകരിക്കും. അപ്പം എന്താണ് പിന്നെ മൗലവിയുടെ ആശയം, എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ഇപ്പം ഇവിടെ ഇസ്ലാമിൽ ഗ്രൂപ്പുകൾക്ക് പഞ്ചല്ല, ഇസ്ലാമിൽ വൈവിധ്യങ്ങൾക്ക് പഞ്ചല്ല. ഞാനപ്പോൾ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ള ഒരു സാധനം, ഞാൻ വിചാരിച്ചു കേരളത്തിലെ മുസ്ലിങ്ങളെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ കയ്യിലില്ല. പക്ഷെ അതിങ്ങനെ ഓരോ ദിവസം കൂടുമ്പോഴാണ് ഇതിൻ്റെ ഒരു വൈവിധ്യം മനസ്സിലാണ്. നമ്മളെ അറിവിൽ തന്നെ ഒരു 3 സമസ്ത, ഒരു ഈ ജമാഅത്തെ ഇസ്ലാമി, 1-2 തരീഖത്തുകൾ, പിന്നെ മുജാഹിദിലൊരു 3 ഗ്രൂപ്പ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് അതൊക്കെ ചെറുതാണെന്ന് മനസ്സിലാകുന്നത് ഇതിൻ്റെ ഒരു ഡീപ്പിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ എന്താണ് മുസ്തഫ മൗലവിയുടെ ആശയം, എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? യഥാർത്ഥത്തിൽ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിനോ അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തെ സൃഷ്ടിക്കുന്നതിനോ ഇതുവരെ ആഗ്രഹിച്ചിട്ടുമില്ല, ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു സാധ്യതയും നിലനിൽക്കുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിം സമൂഹത്തിൽ ചിന്താപരമായ ഒരു വിശാലത ഉണ്ടാക്കുക, അതുപോലെ മാറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ഉൾക്കൊള്ളുക. മാറ്റങ്ങളുണ്ട്, മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, മാറ്റങ്ങളില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. പക്ഷേ അത് പറഞ്ഞുകൊണ്ടും അറിഞ്ഞുകൊണ്ടും നിലനിൽക്കുക. മറ്റ് സംവിധാനങ്ങളിലുള്ളതുപോലെ, മറ്റ് ചിന്താസരണികളിലുള്ളതുപോലുള്ള ഒരു മാറാനുള്ളൊരു മെക്കാനിസം ഇതിനകത്തുണ്ടാകണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ തന്നെ ആ അഭിപ്രായ വ്യത്യാസങ്ങളെ സാധ്യതകളായിട്ട് കാണാനുള്ള ഒരു വിശാലത ഉണ്ടാകണം. അതോടൊപ്പം നമ്മൾ പഠിച്ചു വന്ന പാരമ്പര്യത്തിനപ്പുറത്ത് ഇസ്ലാമിൻ്റെ ഒരു വിശാലമായ ആകാശമുണ്ട് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടണം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ചിന്താപരമായ മാറ്റവും വിപ്ലവവും ഉണ്ടാക്കുക. സാധാരണക്കാരിലും സംഘടനകളിലും നേതാക്കളിലും പണ്ഡിതന്മാരിലൊക്കെ ചിന്താപരമായൊരു വിപ്ലവം ഉണ്ടാക്കുക. ആ അർത്ഥത്തിലുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ടായിട്ട് നിലനിൽക്കുക എന്നത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു ഗ്രൂപ്പൊന്നും വേണമെന്നല്ല, ഒരിക്കലും ഇല്ല. ഒരു ഗ്രൂപ്പ് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ നേതാവായിട്ട് ഒരിക്കലും മുസ്തഫ മൗലവിയെ നിങ്ങൾ കാണേണ്ടി വരില്ല. ഇല്ല. അപ്പോൾ ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പ് ഉണ്ടാവില്ല, ഒരു വിശാലമായ ഒരിക്കലും ഇല്ല. പിന്നെ നമ്മളുടെ ഒരു സംവിധാനം നിലനിന്ന് പോരുന്നതിന് ചിലപ്പോൾ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാവും. അത് നമ്മളൊരു ഓഫീസും ഒക്കെ ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. എന്നല്ലാതെ ഒരിക്കലും ഒരു സംഘടന, ഒരു കൊടി, ആ അർത്ഥത്തിൽ ഒരു സമ്മേളനമൊന്നും ഈ വിഭാഗത്തിന്, ഈ ഒരു ഗ്രൂപ്പിന് ഉണ്ടാവില്ല. ഉറപ്പായിട്ടും. അപ്പോൾ ഞാൻ അടുത്തൊരു ചോദ്യം, എവിടെ നിന്ന് അത് തുടങ്ങുന്നത് അതുകൂടി അറിയണമല്ലോ. എന്ന് പറഞ്ഞാൽ മുസ്തഫ മൗലവിയെ രൂപപ്പെടുത്തുന്ന ജീവിത സാഹചര്യം എന്താണ്? നിങ്ങൾ പള്ളി ദർസിലൊക്കെ പഠിച്ചാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, പള്ളി ദർസിൽ നിന്ന് എങ്ങനെയാണ് ഇത്ര വൈവിധ്യമായ ഒരാളുണ്ടാകുന്നത് എന്നുള്ളൊരു അത്ഭുതം ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? ഇതിൽ റൂമിയുടെ ചോദ്യത്തോട് ഞാൻ വിയോജിക്കുന്നുണ്ട്. പള്ളി ദർസിൽ നിന്ന് തന്നെയാണ് ശരിക്കും വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത്. ഞാനും പള്ളി ദർസ്, കാരണം പള്ളി ദർസ് ഇന്നത്തെ ഈ കോളേജ് സംവിധാനങ്ങളെക്കാളൊക്കെ എത്രയോ വിപുലമായ സാധ്യതകളാണ് ഒരു മനുഷ്യൻ്റെ മുന്നിൽ തുറന്നിടുന്നത്. അവിടെ ഒരു ഗുരുശിഷ്യ പാരസ്പര്യമുണ്ട്. ഒരു ഉസ്താദിൻ്റെ കീഴിൽ കുറേ ശിഷ്യന്മാർ, ആ കുട്ടികളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും അറിയുന്ന ഒരു ഉസ്താദ്, പിന്നെ അങ്ങനെ ഒരു പാരസ്പര്യം ഉണ്ടാകുന്നുണ്ട്. ഒരു അധ്യാപകനല്ല, ഒരു ദർസിലുള്ള ഒരു മുദരിസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മുഅല്ലിം എന്നുള്ളതിനേക്കാളൊക്കെ മുകളിലുള്ള ഒരു സാധ്യതയാണ്. അവിടെ നമുക്ക് എല്ലാ ഉസ്താദും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സാധ്യതകളും ഉണ്ട്. നമുക്ക് പിന്നെ വിശാലമായ ഒരു ലോകം തന്നെ തുറന്നു തരുന്നുണ്ട്. അപ്പം കേരളത്തിലുണ്ടായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും ദർസുകളിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇപ്പോഴത്തെ ഈ മുജാഹിദ് എന്ന് പറയുന്ന വഹാബി പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ആദ്യകാല പണ്ഡിതന്മാർ ദർസിൻ്റെ പ്രൊഡക്റ്റുകളായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യകാല പണ്ഡിതന്മാർ ദർസിൻ്റെ പ്രൊഡക്റ്റായിരുന്നു. ആ ദർസ് പ്രൊഡക്റ്റുകൾ പോയതിന് ശേഷമാണ് ഇവർ ഈ തീവ്ര സ്വഭാവത്തിലേക്കൊക്കെ മാറിയത്. ഇപ്പോൾ KC അബ്ദുള്ള മൗലവി ദർസിൽ നിന്ന് വന്നയാളാണ്. K മൊയ്തു മൗലവി ദർസിൽ നിന്ന് വന്ന ആൾ, ജമാഅത്ത് ഇസ്ലാമിയുടെ ആൾക്കാരാണ്. എൻ്റെ ഗുരുവായിരിക്കുന്ന TK അബ്ദുറഹീം സാഹിബ് ദർസിൽ നിന്ന് വന്ന ആളാണ്. മുജാഹിദിൻ്റെ ഒക്കെ നോക്കിയാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നീട് അത് ദർസിൽ നിന്ന് ഉള്ള തലമുറയിൽ നിന്ന് മുൻഷിമാരുടെ ഒരു തലമുറയിലേക്ക് വന്നപ്പോഴാണ് ഈ പിന്നെ സംഘടനകളൊക്കെ വഴിമാറിപ്പോയത്, തീവ്ര സ്വഭാവത്തിലേക്ക് പോയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ദർസ് എന്ന് പറയുന്നത്, ദർസ് തന്നെയാണ് എന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ ആശങ്കകളും സംശയങ്ങളും ഒക്കെ അന്നേ ഉണ്ടായിരുന്നു. എവിടെയൊക്കെയാണ് ദർസ് പഠിച്ചത് അതറിയണം? ദർസ് ഞാൻ തുടങ്ങുന്നത് ഈ അടുത്ത് മരിച്ചുപോയ TS ഇബ്രാഹിം മുസ്ലിയാർ, കുത്തുബിയുടെ പാനൂർ, അദ്ദേഹത്തിൻ്റെ ദർസിലായിരുന്നു. അദ്ദേഹം അഴിയൂർ എന്ന് പറയുന്ന, മാഹിക്കടുത്ത് അഴിയൂർ എന്ന് പറയുന്ന ദർസ്, അദ്ദേഹമാണ് എനിക്ക് എൻ്റെ ദർസിലെ ആദ്യത്തെ ഗുരു. അവിടുന്നാണ്
നമ്മളെ മീസാനൊക്കെ ഞാൻ തുടങ്ങുന്ന മീസാനൊക്കെ തുടങ്ങുന്ന അവിടെ നിന്നാണ്. അതെ അതെ. അദ്ദേഹം ഒരു വ്യത്യസ്തമായി പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഖസസുൽ അംബിയ ഒക്കെ അന്നേ പഠിപ്പിക്കുമായിരുന്നു. അതായത് ഭാഷാപരമായി കുറച്ചും കൂടി വിദ്യാർത്ഥികൾ വളരണം എന്നുള്ള ഉദ്ദേശത്തോട് ഖസസുൽ അംബിയ പഠിപ്പിക്കുമായിരുന്നു. ആ രീതിയിലാണ് നല്ല സിലബസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. സമസ്തയൊന്നും ആയിരുന്നില്ല അന്ന് അദ്ദേഹം അങ്ങനെ സമസ്തയൊക്കെ ആയിരുന്നു. അന്ന് സമസ്തയുടെ 60ാം വാർഷികത്തിന് ഞങ്ങളെയും കൂട്ടി കോഴിക്കോടൊക്കെ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് ശരി. പ്രമാദമായ 60ാം വാർഷികം അത് ശരി. അന്ന് പിന്നെ ഓർക്കുന്നുണ്ട്. അദ്ദേഹം സമസ്തക്കാരനൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു തീവ്ര സ്വഭാവത്തിലുള്ള ആളൊന്നും ആയിരുന്നില്ല. പിന്നീട് മരിക്കുന്ന സമയത്ത് അദ്ദേഹം സമസ്തയുടെ മുഷാവറ മെമ്പറൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ അയനിക്കാട് മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹം തലശ്ശേരി ഖാദിയായിരുന്ന അടുത്ത് മരിച്ചുപോയി. കാപ്പാട് ഉസ്താദ് പാനൂർ ദർസിലേക്ക് പോയി. പിന്നെ ഇപ്പോഴത്തെ സമസ്തയുടെ നേതാവായിട്ടുള്ള പി ഉമർ മുസ്ലിയാർ, കൊയ്യോട് മൊയ്തീൻ മൗലവിയുടെ മകൻ പി ഉമർ മുസ്ലിയാരുടെ ദർസിലായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു കൂടുതൽ വർഷം ഉണ്ടായിരുന്നു, ഏതാണ്ട് 6 വർഷത്തോളം ഉണ്ടായിരുന്നത്. പിന്നെ ഒരു തൂലയിൽ മുഹമ്മദ് ഫൈസി, സൈദൽ ഫൈസി, ഇങ്ങനെയുള്ള ഉസ്താദുമാരുടെ കീഴിലാണ് ദർസുകൾ പഠിച്ചത്. 10-12 വർഷം പ്രോപ്പർലി മുത്തവ്വൽ വരെ പഠിച്ചണോ? ഞാൻ കോളേജിൽ പോകാൻ എൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ കോളേജിൽ പോയപ്പോഴും ഞാൻ കോളേജിൽ പോകുന്നില്ല, ഉസ്താദിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉസ്താദിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. മുത്തവ്വൽ എവിടുന്നാണ് കഴിയുന്നത്? ഉസ്താദിൻ്റെ അടുത്താണ്. എന്നിട്ട് മുത്തവ്വൽ കഴിഞ്ഞിട്ട് അതിനുശേഷം പിന്നീട് ഞാൻ നേരിട്ട് ഞാൻ തന്നെ മുദരിസായി പോവുകയാണ് ചെയ്തത്. പിന്നെ അപ്പം അന്ന് വേഷമൊക്കെ എന്തായിരുന്നു? അന്ന് തലപ്പാവ്, ജുബ്ബ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഏത് ഗ്രൂപ്പിനോടായിരുന്നു? EK വിഭാഗം തന്നെയായിരുന്നു. ഞാൻ എൻ്റെ ഉസ്താദുമാരെല്ലാവരും സൈദലവി ഫൈസി ഒഴിച്ച്, സൈദലവി ഫൈസി AP സമസ്തയുടെ ആളായിരുന്നു. അദ്ദേഹം സമസ്ത പിളരുന്ന ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ആ ഒരു ഇത് മാറ്റി നിർത്തിയാൽ എൻ്റെ ഉസ്താദുമാരൊക്കെയും EK വിഭാഗത്തോട് ആഭിമുഖ്യമുള്ളവരോ അതിൻ്റെ നേതാക്കളോ ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ SKSSFിലാണ് എൻ്റെ പ്രവൃത്തികളൊക്കെ തുടങ്ങിയത്. SKSSFിൻ്റെ പാനൂർ ഏരിയ പ്രസിഡൻ്റായിരുന്നു. പിന്നെ അങ്ങനെ ആ സംഘടനാ ജീവിതം അങ്ങനെയാണ്. അന്ന് സാദിഖ് അലി ശിഹാബായിരുന്നു പിന്നെ അതിൻ്റെ പ്രസിഡന്റ്. അതെ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ സംഘടനാ ജീവിതം ആരംഭിക്കുന്നത്. പിന്നെ ഈ മുദരിസായിരിക്കുമ്പോഴുള്ള അനുഭവങ്ങൾ എവിടെയായിരുന്നു മുദരിസായത്? പിന്നെ ഞാൻ ഉളിക്കലുണ്ടായിരുന്നു, കണ്ണൂർ. പിന്നെ ഉളിയിലാണോ? അല്ല, ഉളിക്കൽ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കർണാടകയിൽ സിദ്ധാപുരത്തുണ്ടായിരുന്നു. എത്ര കുട്ടികളുണ്ടായിരുന്നു? സിദ്ധാപുരത്ത് കുറേ കുട്ടികളുണ്ടായിരുന്നു, 10-20 കുട്ടികളുണ്ടായിരുന്നു. ഉളിക്കൽ എൻ്റെ കൂടെ ഒരു 4-5 കുട്ടികൾ, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, 4-5 പേരാണ് ഉണ്ടായിരുന്നത്, പുറത്തുനിന്ന് വരുന്നവർ. പിന്നെ നാട്ടുകാർ കുട്ടികൾ, നാടൻ ദർസ് വേറെ ഉണ്ട്, നാട്ടുകാർ കുട്ടികളുണ്ടായിരുന്നു. ഇവിടങ്ങളിലൊക്കെ ഖത്തീബും മുദരിസൊക്കെ ആയിട്ട്, ഖാദിയൊക്കെ ആയിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് ഇത് എല്ലാം എൻ്റെ വഴി നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഞാൻ ഈ സമയത്തൊക്കെയും എനിക്ക് ഒരു പിന്നെ മറ്റൊരു വഴി മുദരിസായിരിക്കുമ്പോൾ മാത്രമല്ല, ഞാൻ ദർസി പഠിക്കുമ്പോൾ തന്നെ എനിക്ക് വ്യത്യസ്തമായ ഒരു ചിന്ത എനിക്ക് സമ്മാനിച്ചത് ഗുരു നിത്യ ചൈതന്യതയാണ്. എങ്ങനെയാണ് ഗുരുവിനായിട്ട്? ഞാൻ പാനൂർ പഠിക്കുന്ന സമയത്ത് അവിടെ KP റഹീം മാഷ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം സർവോദയ മണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. തികഞ്ഞ ഗാന്ധിയനാണ്, ആദർശശാലിയായ ഗാന്ധിയനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ദർസിൽ ഒരു പരാമർശം വന്നു. ഇവിടെ റഹീം എന്ന് പറയുന്ന ഒരു കാഫറുണ്ട്, അദ്ദേഹത്തെ ആരും കാണാൻ പോകരുത് എന്ന് പറഞ്ഞ്, അത് കേട്ടപ്പോൾ അങ്ങനെ പറയാൻ മാത്രം എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു മോശമായ വശമെന്നറിയാൻ വേണ്ടി അദ്ദേഹം പള്ളിയുടെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. പള്ളിയിലൊന്നും വരില്ല. പള്ളിയിൽ വരും, പക്ഷേ അദ്ദേഹത്തോട് സംസാരിക്കാനും നമുക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. വല്ലപ്പോഴൊക്കെ വരും. കാണുമ്പോൾ സുമുഖനായൊരു മനുഷ്യൻ. അങ്ങനെ ഒരു വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്ത് പോയി ഞാനിങ്ങനെ പതുങ്ങി നടക്കുമ്പോൾ അദ്ദേഹം ഇറങ്ങി വന്നിട്ട്, മോനെവിടെയാണ്, എന്താണ്, ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു റഹീം മാഷിയാണ്. അപ്പം ഞാനാണ് റഹീം മാഷി, വാ എന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. ആ ബന്ധം അദ്ദേഹം മരണപ്പെടുന്നത് വരെ, അദ്ദേഹം 2019 മരിക്കുന്നത്, അതുവരെ തുടർന്നു. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, നമുക്കൊരാളെ കാണാൻ പോകാം, ഒരു വ്യാഴാഴ്ച, അന്ന് ദർസ് ലീവാണ് വൈകുന്നേരം ആകുമ്പോൾ. അപ്പോൾ അന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. ഗുരുനിത്യ അന്ന് കനകമലയായിരുന്നു. അങ്ങനെയാണ് ആ ബന്ധത്തിൽ, അടുത്താണ്. അത് പിന്നീട് എൻ്റെ ജീവിതത്തെ സമൂലമായി മാറ്റുന്ന വിധത്തിൽ ആ ബന്ധം ആയിത്തീർന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞാൻ മുദരിസൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സംഘർഷമുണ്ടായി. ഞാൻ ഈ ചെറിയ കുട്ടികളെ ഇത് പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ടല്ലോ, നമ്മൾ പഠിക്കുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ അവരെ ഞാൻ എങ്ങനെ ആണ് ഈ വിഷയത്തെ സമീപിക്കേണ്ടത് എന്നുള്ള ഒരു സംഘർഷം ഉണ്ടായപ്പോൾ ഞാൻ ഗുരുവിന് കത്തെഴുതി. അപ്പോൾ ഗുരു എന്നോട് പറഞ്ഞത് മുസ്തഫ ഖുർആൻ പഠിക്കണമെന്നാണ്.
അപ്പം ഞാൻ ഗുരുവിന് രൂക്ഷമായി മറുപടി എഴുതി. 12 വർഷം ഖുർആൻ പഠിക്കുകയും ഇപ്പം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളോടാണ് ഗുരു ഇത് പറയുന്നത്, ഒരു അഹങ്കാരത്തോടു കൂടി. അപ്പോൾ അദ്ദേഹം മറുപടി എഴുതി, മുസ്തഫ ഇതുവരെ പഠിച്ചത് ഒരു മതവേദമായിരുന്നു, ഇനി ഒരു ആത്മവേദം എന്ന നിലക്ക് ദൈവത്തിനോട് എന്തൊരു സ്വകാര്യം പറയാനുണ്ടെന്നുള്ള നിലക്ക് ഖുർആൻ ഒന്ന് വായിച്ചു നോക്ക്, അപ്പോൾ അതിൻ്റെ ഒരു മറുവശം കാണാം. അങ്ങനെയാണ് ഞാൻ ഖുർആൻ മറ്റൊരു തലത്തിൽ വായിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഇതുവരെ പഠിച്ചതല്ല ഖുർആനെന്നും ഖുർആനിന് മറ്റൊരു മുഖമുണ്ടെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചില കാര്യങ്ങളിലൊക്കെ ഗുരു എനിക്ക് ക്ലാരിറ്റി തന്നിട്ടുണ്ട്. അത് അപ്പം അങ്ങനെ വായിച്ചപ്പോൾ ഈ തഫ്സീർ ഇല്ലാതെയാണ് വായിച്ചില്ല, അറബി അറിയാലോ, എങ്ങനെയാണ് ആ വായന? ഞാൻ അന്ന് വരെ വായിച്ച തഫ്സീർ ജലാലൈനി, ബൈളാവി, സാവി പോലുള്ള നമ്മുടെ ദർസിലെ പരമ്പരാഗത തഫ്സീറുകളായിരുന്നു. അപ്പോൾ ഗുരു ഇത് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടി വൈഡായിട്ടുള്ളൊരു വായന ലോകത്തേക്ക് തിരിഞ്ഞു, റാസി വായിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ഗുരു പറഞ്ഞിട്ടാണ് ഞാൻ റാസി വായിക്കുന്നത്. റാസിയൊക്കെ ഗുരുവിനെ അറിയാം? റാസി അദ്ദേഹം അതിൻ്റെ ഇംഗ്ലീഷൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ റാസി വായിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഇബ്നു അറബിയുടെ തഫ്സീർ അന്ന് ആർക്കും മുസ്ലിയാക്കന്മാർക്ക് പോലും അറിയില്ല, ഇബ്നു അറബിനെ അന്നേ പറ്റില്ല. അപ്പോൾ ഇബ്നു അറബിയുടെ തഫ്സീർ വായിച്ചു. അങ്ങനെ പിന്നെ റഷീദ് റിളയുടെ തഫ്സീർ അൽ മനാർ, അത് തഫ്സീറുൽ മനാറൊക്കെ ഇത് വഹാബി തഫ്സീറാണെന്ന് കരുതി മാറ്റി വെക്കുമായിരുന്നല്ലോ. അപ്പോൾ തഫ്സീറുൽ മനാർ വായിച്ചു. അപ്പോഴാണ് ഖുർആനിന് മറ്റൊരു വായനയുണ്ട്. ഈ തഫ്സീറുകളൊക്കെ എനിക്ക് തന്നത് അറിവിനേക്കാൾ അപ്പുറത്ത് ഇങ്ങനെ ഒരു വായന ഖുർആനിന് സാധ്യമാണ് എന്നുള്ളൊരു അറിവ് എനിക്ക് കിട്ടിയത്. പിന്നീട് എന്നോട് ഗുരു പറഞ്ഞു, മുസ്തഫ ഖുർആൻ പഠിക്കുന്നതിന് ഒരു ഗുരുവിനെ കണ്ടെത്തണം, പുസ്തകങ്ങൾ വായിച്ചാൽ പോരാ, ഗുരുവിൽ നിന്ന് പഠിക്കണം, അപ്പോഴേ ഖുർആൻ പഠനമാവുള്ളൂ. അങ്ങനെ ആ ഒരു വാക്കാണ് എന്നെ ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ഗുരുവിനെ കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോൾ നിത്യയ്ക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ജമാഅത്ത് ഇസ്ലാമിക്കാർ നല്ലവരാണ് എന്നൊരു ധാരണ ഗുരുവിനുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഇവർ ഈ മലയാളത്തിലൊക്കെ ഉള്ള പുസ്തകങ്ങൾ പോവും, അവരുടെ പെരുമാറ്റമൊക്കെ വളരെ ആകർഷണീയമാണ്. മാത്രമല്ല ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഈജിപ്ഷ്യൻ പണ്ഡിതനൊക്കെ പണ്ഡിതനാണ്. അതെ ആ ഒരു ആക്സസ് ചിലപ്പോൾ അതുകൊണ്ട്. അതെ. അങ്ങനെ ഗുരു എന്നോട് പറഞ്ഞു, ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട് മുസ്തഫ, അവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ ഒരു പക്ഷേ കുറച്ചും കൂടി ഒരു നല്ല, പക്ഷേ അത് ഗുരു എനിക്ക് കൃത്യമായ മാർഗ്ഗനിർദ്ദേശം നൽകിയതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയുടെ കോളേജിലേക്ക് ഞാൻ എൻ്റെ ജോലിയൊക്കെ വിട്ട് ദഅവ കോളേജിലേക്ക് വന്നു. നിങ്ങളെ ഇത് വിട്ടു ആർന്നാൽ സുന്നി മുദരിസൊക്കെ ദർസൊക്കെ രാജിവെച്ചു. കുട്ടികളൊക്കെ പല മരിച്ചിട്ടൊന്നുമില്ല. ഇല്ല, യതി മരിക്കുന്നത് ഞാൻ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ കോളേജിൽ ചേർന്നതിന് ശേഷമാണ്. യതി പറഞ്ഞു ഇനി എനിക്ക് സുഖമായി മരിക്കാം എന്ന് പറഞ്ഞിട്ടാണ്. മുർഷിദ്. അതെ. അങ്ങനെ ഞാൻ പിന്നെ അവിടെ എത്തിയപ്പോൾ അവിടെ ഈ ദഅവ കോളേജിൻ്റെ ഒരു പ്രത്യേകത, 16 കുട്ടികളേ ഉള്ളൂ ഒരു ബാച്ചിൽ, എല്ലാവർക്കും ഒരു ഗൈഡുണ്ട്. പക്ഷേ എനിക്കൊരു ഗൈഡിനെ കിട്ടിയില്ല. കാരണം ഞാൻ ഈ സുന്നി വേഷത്തിലാണല്ലോ ഉള്ളത്. ഒരു സുന്നി കോളേജിൽ നിന്ന് സുന്നി ദർസ് നടത്തുന്ന ഒരു മുദരിസ് വന്നിട്ട് അയാൾക്ക് ഗൈഡാവാൻ അവിടെ എല്ലാവർക്കും ഒരു ആശങ്ക. അങ്ങനെ എനിക്ക് ഗൈഡില്ല, ബാക്കി 15 കുട്ടികൾക്കും ഗൈഡായി. അങ്ങനെ എനിക്കൊരു ഗൈഡില്ലാതെ നിൽക്കുന്ന ഒരു സമയത്ത് എന്നോട് ഒരാൾ അവിടെ നിന്നുള്ള ഒരു മൊയ്തു മൗലവി പറഞ്ഞു. മൊയ്തു മൗലവി ദർസിൽ നിന്ന് ഉള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, KT അബ്ദുറഹീം എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, അദ്ദേഹം കോളേജിലൊന്നും വരാറില്ല, അദ്ദേഹത്തെ ഒന്ന് ബന്ധപ്പെടണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നമ്പർ വാങ്ങി ഞാൻ വിളിച്ചു. എനിക്കൊരു ഗൈഡിനെ ആവശ്യമുണ്ട്, പിന്നെ നിങ്ങളാകുമോ എന്ന് ചോദിച്ചു. ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തി. അപ്പോൾ ആദ്യം അദ്ദേഹം നിരാകരിച്ചെങ്കിലും ഒന്ന് നേരിൽ കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹം പെരിന്തൽമണ്ണ പട്ടിക്കാടാണ് അദ്ദേഹത്തിൻ്റെ വീട്, അവിടെ പോയി അദ്ദേഹത്തെ കണ്ട മാത്രമേ ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ അദ്ദേഹം എൻ്റെ ഗൈഡായി മാറി. പിന്നെ ആ ഗൈഡ് എന്നുള്ളത് ശരിക്കും ഒരു ഗുരുവായി തീർന്നു. അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിക്കാരനാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയുടെ ആ പ്ലാറ്റ്ഫോമിൽ ഒതുങ്ങി നിൽക്കുന്ന ആളായിരുന്നില്ല. വളരെ വൈഡായിട്ടുള്ള ചിന്തയും സൂഫി ജീവിതമൊക്കെ നയിച്ച ഒരു തനി കർഷകനായ പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്ന സമയത്ത് അദ്ദേഹം വയലിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒന്നും ചെയ്യാത്ത പണിയാണ്. അതെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് പിന്നീട് ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ വായനയെ, എൻ്റെ കാഴ്ചപ്പാടിനെയൊക്കെ മാറ്റിമറിച്ചത് അദ്ദേഹമാണ്. പിന്നെ ഈ ജമാഅത്ത് ബന്ധം പിന്നെ എങ്ങനെ അവസാനിക്കുന്നത്? പിന്നീട് ഞാൻ KTയിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവ്, പിന്നെ ഞാൻ ഉദ്ദേശിച്ച ഒരു വയസ്സായിട്ടുള്ള ഒരു തലം ജമാഅത്ത് ഇസ്ലാമിയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അവിടെയും ഒരു വരണ്ട പ്രതലം തന്നെയാണ് എനിക്ക് കാണാൻ പറ്റിയത്. അവിടെയും ശരീഅത്ത്, പിന്നെ വളരെ ഭീകരമായ പൊളിറ്റിക്കൽ ഇസ്ലാം, വർഗീയത, മുസ്ലിങ്ങളല്ലാത്ത സമൂഹത്തോടുള്ള ഒരു മോശപ്പെട്ട മനോഭാവം, ശുദ്ധിവാദം, ഇതൊക്കെ സുന്നികളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. സുന്നികൾ യഥാർത്ഥത്തിൽ ഈ ചില ആചാരങ്ങളിൽ ബന്ധിതമായത് മാത്രമല്ല, അത് അവർക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ അവർക്ക് അറിയില്ല. അതെ. ഇവിടെ ഭയങ്കരമായ വർഗീയതയാണ് കാണുന്നത്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് വ്യാഖ്യാനം, ഇത് നമ്മളിൽ വല്ലാതെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കി. നമ്മൾ സുന്നി പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വരുന്ന ഒരാൾ, പിന്നെ ആധ്യാത്മികത ഒട്ടുമില്ല.
എല്ലാറ്റിനെയും ഈ പൊളിറ്റിക്കലായിട്ടാണ് അവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഒട്ടും ആധ്യാത്മികതയില്ല. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള ഒരാളെ തൃപ്തിപ്പെടുത്താൻ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരിക്കലും കഴിയില്ല. അപ്പോൾ ഞാൻ KT ഉള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലക്കാണ് പിന്നെ അതിൽ കൂടിയത്. പിന്നെ എനിക്ക് കൂടുതൽ തുടരാൻ കഴിഞ്ഞില്ല. 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിൽ നിന്ന് പോന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എടുത്തത് പിന്നെ എനിക്കപ്പോഴേക്ക് ഒരു ശരിക്കും എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് KT തന്നിരുന്നു. ഞങ്ങൾ ഉള്ള സമയത്ത്, അദ്ദേഹം ഉള്ള സമയത്ത് ഞങ്ങൾ ഒന്നിച്ചൊരു തഫ്സീർ എഴുതണം എന്ന് തീരുമാനിക്കുകയും കേരളത്തിൽ അതിനുവേണ്ടി ഒരുപാട് യാത്ര നടത്തുകയും അങ്ങനെ തഫ്സീറിൻ്റെ ഒരു പണി തുടങ്ങി വെക്കുകയും ചെയ്തു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരുന്നതും മരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സ്വപ്നം അവിടെ ബാക്കിയായി. അപ്പോൾ അദ്ദേഹം മരിച്ച് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ ഒരു ആശയങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ വാട്സാപ്പിൽ ഒരു ഖുർആൻ ക്ലാസ് ആരംഭിച്ചു. വാട്സാപ്പിലാണ്? അത് 2013. അപ്പോൾ വാട്സാപ്പിൽ 25 പേരെ അന്ന് ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിരവധി ഗ്രൂപ്പുകൾ തുടങ്ങി വാട്സപ്പ്. അപ്പോൾ വാട്സപ്പ് ഒന്ന് പുതിയ സംവിധാനമാണ്. അപ്പോൾ ഈ ഒരു ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തു തുടങ്ങി. അത് വലിയ സ്വീകാര്യത നേടി. പെട്ടെന്ന് തന്നെ അത് 100ലധികം ഗ്രൂപ്പുകളായി തീർന്നു. പിന്നെ അത് 50 പേരെ ചേർക്കാമെന്നായി. പിന്നെ അതങ്ങനെ വർദ്ധിച്ചു വന്നു. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം വികസിക്കുകയും ആളുകൾ ഇതിനെ വല്ലാതെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് വ്യക്തമായി എൻ്റെ മേഖല എന്താണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായി. അപ്പോഴൊക്കെ ഞാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ഖത്തീബാണ്. എവിടെയായിരുന്നു ഖുത്തുബ? ഞാൻ ശാന്തപുരത്ത് ഖാദിയായിരുന്നു കുറേ കാലം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ ഐഡിയോളജിക്കൽ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ലേ? കാരണം സുന്നി അറബിയിൽ ഓതി, പിന്നെ ഇവിടെ മലയാളത്തിൽ ഇല്ല. മലയാളം എന്നെ ഭാഷയൊന്നും പ്രയാസപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഞാൻ പറയുന്നത് എപ്പോഴും വിവാദമാവും. ഞാനൊരു ഒരാഴ്ച ഖുത്തുബ പറഞ്ഞാൽ പിന്നെ ആ ആഴ്ച പ്രബോധനത്തിലും ജമാഅത്ത് ഇസ്ലാമിയിലും ഒക്കെ അതായിരിക്കും ചർച്ച. പ്രശ്നമായി മാറി. അതെ. ഞാൻ ബത്തേരിയിൽ ഖുത്തുബ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചിന്തകൾ സബ്മിറ്റ് ചെയ്യാനുള്ളൊരു ഇടം എന്നുള്ള നിലക്കാണ് ഞാൻ ഇതിനെ കാണുന്നതെന്ന് അവർക്ക് തോന്നി തുടങ്ങി. അപ്പോഴേ ഒരു പുകഞ്ഞ പുള്ളിയായിട്ട് തന്നെയാണ് അവരെന്നെ കണ്ടിരുന്നത്. അതിനുശേഷം ഒരു 3 വർഷം കഴിഞ്ഞതോടുകൂടി ഞാൻ അതിൽ നിന്ന് മാറുകയും പിന്നെ എൻ്റെ ഈ ഖുർആൻ ദർസുമായിട്ട് മുന്നോട്ട് പോയി. പിന്നെ പലരും ആവശ്യപ്പെട്ടു ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്ന്. അങ്ങനെയാണ് തഫ്സീറിലേക്ക് ഞാൻ തിരിയുന്നത്. ഇപ്പോൾ ഈ തഫ്സീറിൻ്റെ മുന്നേ നിങ്ങൾ മുആവിയയെക്കുറിച്ച് നടത്തിയ പ്രഭാഷണം. അതെ. ഇപ്പോൾ അങ്ങനെ നിങ്ങൾ പുതിയതായ പല കാര്യങ്ങളും പറയുന്നുണ്ട്. നേരത്തെയുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണോ? ഇപ്പോൾ ഉദാഹരണത്തിന് ആയിഷ ബീവി, ഇപ്പോൾ പുതിയൊരു പ്രസംഗം ഞാൻ അവിടെ പോയിട്ട്, ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ ഭാര്യ ആയിരുന്നില്ല, ശിഷ്യയായിരുന്നു. അത് ഒരു പറഞ്ഞാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ എല്ലാ വിഷയത്തിലും വ്യത്യസ്തമായ ഒരു നിലപാട്. നേരത്തെ ഉള്ള മനസ്സിലാക്കിയതാണോ അതോ ഈ തഫ്സീറുമായി ബന്ധപ്പെട്ടുള്ള തഫ്സീറിനെ കുറിച്ച് നമുക്ക് പറയണം, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ആൾക്ക് വിശദാംശങ്ങളിൽ ഓരോ കാര്യത്തിൻ്റെയും വിശദാംശങ്ങളിൽ നമ്മൾ മുൻപ് ഒരു ധാരണയൊന്നും നമുക്കുണ്ടാവില്ല. പക്ഷെ നമുക്ക് ചില അടിസ്ഥാനങ്ങളുണ്ടാകും. ആ അടിസ്ഥാനങ്ങളെന്ന് പറയുന്നത് എപ്പോഴും ഒരു ഉറച്ച നിലപാടായിരിക്കും. ആ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ കാണുമ്പോൾ ഇതിങ്ങനെയല്ലല്ലോ വേണ്ടത്, ഇവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മൾ അതേക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നത്. ആയിഷ ബീവി പ്രവാചകൻ്റെ ഭാര്യയാണ് എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെയും എല്ലാവർക്കും ഉള്ളതുപോലുള്ളൊരു ധാരണ. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം വയസ്സ് മാത്രമായിരുന്നു. ആയിഷ ബീവി 6 വയസ്സുള്ളൊരു കുട്ടിയെ നബി കല്യാണം കഴിക്കില്ലല്ലോ, ഇതായിരുന്നു എൻ്റെ പ്രശ്നം. അപ്പോൾ ഞാനത് അന്വേഷിച്ച് പോയപ്പോൾ 6 വയസ്സല്ല, അങ്ങനെ 6 വയസ്സെന്ന് തെളിയിക്കാനൊരു രേഖയില്ല, 18 വയസ്സ് 19 വയസ്സൊക്കെയാണെന്ന് കണ്ട് ഞാൻ അത് പറഞ്ഞിരുന്നു. അത് പിന്നീട് ഇപ്പോൾ കാസിമിയും പറഞ്ഞു, ഇന്റർവ്യൂവിൽ റഹ്മത്തുള്ള കാസിമി പറഞ്ഞു, സുന്നിയാണല്ലോ. അതെ. ആയിഷാനെ 6 വയസ്സിൽ എന്തായാലും കല്യാണം കഴിച്ചിട്ടില്ല, 18 ഒക്കെ ആയിട്ടുണ്ട്. അതെ. ഞാൻ ആദ്യം പറഞ്ഞ അതാണ്. ഞാൻ ഏതാണ്ട് ഒരു 3 വർഷം മുമ്പ് ഞാൻ ആ കാര്യം പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോഴാണ് പിന്നെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ അവിടെയുള്ള ഒരു ഹിന്ദു ജ്ഞാനിയായിട്ടുള്ളൊരു മനുഷ്യൻ എന്നോട് പറയുന്നത്, പിന്നെ പ്രവാചകൻ കുറേ കല്യാണം കഴിച്ച് നടന്ന ആളാണ് എന്ന് മൗലവി വിശ്വസിക്കുന്നുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി. അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രവാചകൻ എന്തുകൊണ്ട് പിന്നെ ഇങ്ങനെ കല്യാണം കഴിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നത്? അദ്ദേഹം ഒരു മഹാഗുരുവല്ലേ, അദ്ദേഹം ഇങ്ങനെ ഒരു പിന്നെ ലൈംഗിക തൃഷ്ണയോടുകൂടി നടന്ന ആളാണെന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് നിങ്ങളൊരു ഗുരുവായിട്ട് അവതരിപ്പിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒരു വല്ലാത്ത ഒരു ഫീലിംഗ് എനിക്ക് അവിടെ ഉണ്ടാവുകയും ഞാൻ അത് എന്നെ മറ്റൊരു പഠനത്തിലേക്ക് നയിച്ചു. അങ്ങനെയാണ് പ്രവാചകൻ്റെ ആരൊക്കെയാണ് എന്ന് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് എൻ്റെ മുന്നിലേക്ക് പല തെളിവുകളും വരുന്നത്. അവരൊന്നും ഭാര്യമാരായിരുന്നില്ല,
അവരൊക്കെ പ്രവാചകൻ്റെ ശിഷ്യകളായിരുന്നു. ആ ശിഷ്യകളെ പിന്നീട് പിന്നെ ഈ അറേബ്യൻ ഗോത്രാചാര സമ്പ്രദായ പ്രകാരം അതിനെ വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവരൊക്കെ ഭാര്യാപദവി നൽകേണ്ടി വന്നത്. ഇത് എന്നോട് നിത്യ വളരെ മുമ്പ് പറഞ്ഞത് ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്തു. നിത്യ പറഞ്ഞു, പ്രവാചകൻ മുത്ത് റസൂൽ എന്നാണ് നിത്യ എപ്പോഴും പറയുന്നത്. മുത്ത് റസൂലിൻ്റെ കൂടെയുള്ള സ്ത്രീകളെയൊക്കെ നിങ്ങൾ പിടിച്ച് ഭാര്യമാരാക്കി കളഞ്ഞില്ലേ എന്ന് അന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം എനിക്കിപ്പോഴാണ് കിട്ടിയത്. പിന്നീട് ഞാൻ പോയപ്പോൾ ആയിഷ ബീവി പ്രവാചകൻ്റെ ഭാര്യയാണ് എന്നുള്ളതിന് യാതൊരു തെളിവും എവിടെയില്ല. അപ്പോൾ സൂറത്തുൽ നൂറിലെ സംഭവം, ആ സൂറത്തിൽ അതാണ് നമ്മൾ ആദ്യം കഥകൾ പഠിക്കുകയും ആ കഥകളിലേക്ക് ഇതിനെ ചേർത്ത് വെക്കുകയും ചെയ്യും. അതൊരു തത്വം പറയുകയാണ് ചെയ്യുന്നത്. അവിടെ ആയിഷയുടെ പേരെവിടെയും പറയുന്നില്ല, ആയിഷയാണ് അതിലെ കഥാപാത്രം എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മൾ ആയിഷയെക്കുറിച്ചൊരു കഥ ആദ്യം ഉണ്ടാക്കി വെച്ചു, സഫ്വാനെക്കുറിച്ച് കഥ ഉണ്ടാക്കി വെച്ചു, എന്നിട്ട് ഖുർആൻ്റെ ഈ തത്വത്തെ കഥയിലേക്ക് അങ്ങ് ചേർത്ത് വെച്ചു. അങ്ങനെ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. സഫ്വാന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ ഇതിനെയൊക്കെ മനസ്സിലാക്കേണ്ടത്, ഒന്ന് അതിലൂടെ 3 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, പ്രവാചകൻ ഒരു യുദ്ധപ്രഭുവാണ്. അങ്ങനെ പോകുമ്പോൾ നറുക്കിടുന്നു, എന്നിട്ട് യുദ്ധത്തിന് കൊണ്ടുപോകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നബി ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഈ മദീനയിൽ പോയ 8 വർഷങ്ങൾക്കകം ഏതാണ്ട് 10-25 യുദ്ധം ചെയ്ത ആളാണ് നബി, ഇവരെ പഠിപ്പിക്കുന്ന ചരിത്രം അനുസരിച്ച്. എന്ന് വെച്ചാൽ ഒരു വർഷം ചുരുങ്ങിയത് 6-7 യുദ്ധം നടക്കണം. 2 മാസത്തിലൊരു യുദ്ധം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു യുദ്ധത്തിന് 2 മാസം. സ്വന്തമായിട്ട് സൈനിക ശേഖരം ഇല്ലാതിരുന്ന, സ്വന്തമായിട്ട് ആയുധങ്ങൾ ഇല്ലാതിരുന്ന, അങ്ങനെ ആയുധങ്ങൾ പരിശീലിപ്പിക്കുന്നതിന്, അഭ്യാസങ്ങൾ പരിശീലിപ്പിക്കുന്നതിന് പരിശീലകരില്ലാതിരുന്ന ഒരാൾ ഓരോ 2 മാസം കൂടുമ്പോഴും യുദ്ധം നടത്തുക, എന്നിട്ട് ആ യുദ്ധത്തിൽ ഒരുപാട് സമ്പാദിക്കുക. ഇങ്ങനെ ഒരു യുദ്ധപ്രഭുവായിട്ട് അവതരിപ്പിച്ചു. അതിൻ്റെ ഭാഗമാണ് ഈ കഥ. ഒന്ന്. രണ്ടാമത്തത്, ഇതൊക്കെ ഹദീസൊക്കെ ഉള്ളതല്ലേ? അതെ, ഹദീസുണ്ട്. ഈ ഹദീസുണ്ടായ ചരിത്രങ്ങളൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ ഒന്ന്, ഇങ്ങനെ യുദ്ധത്തിന് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിന് പോകുന്നതിനും വരുന്നതിനൊക്കെ ഒരു രീതിശാസ്ത്രങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പാതിരാക്ക് ഒരിടത്ത് തമ്പടിക്കുന്നു, എന്നിട്ട് പാതിരാക്ക് തന്നെ പുറപ്പെടുന്നു. അതിനിടയിൽ ഈ യുവതിയായ ഭാര്യ മൂത്രമൊഴിക്കാൻ പോകുന്നു. എന്നിട്ട് ആ ഭാര്യ തിരിച്ച് കയറിയോന്ന് പോലും അന്വേഷിക്കാതെ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ പോകുന്ന മുഹമ്മദ്. അവിടെ എത്തിയിട്ടും ആളറിഞ്ഞിട്ടില്ല. ഇവർ വരുമ്പോഴാണ് ആയിഷ ഇതിലില്ല എന്നുള്ള വിവരം പോലും അറിയുന്നത്. ഈ ഒരു കാര്യം, അതായത് ഒരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ എന്തോ ഒരു ഹവയിൽ നടക്കുന്ന ഒരാളാണ് മുഹമ്മദ് നബി എന്നുള്ളത്. മൂന്നാമത്തത്, തെരഞ്ഞു പോകാൻ ഒരാളെ പിറകിൽ ഏർപ്പാട് ചെയ്യുന്നു. ഈ വല്ലതും വീണ് പോയിട്ടുണ്ടോ, തെരഞ്ഞു പോകാൻ ഒരാളെ ഏർപ്പാട് ചെയ്യുന്നു. ഒരാൾ മാത്രം. അവിടെ നമ്മൾ ആലോചിക്കണം, ഒരു ടീമൊന്നുമല്ല. അപ്പോൾ ഈ ഒരാൾ ഇങ്ങനെ വരുന്നു. യുദ്ധം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ശത്രുക്കൾ എപ്പോഴും ഉണ്ടാവാം, അപ്പോൾ ഇയാളെ കൊല്ലപ്പെടാം. ഇതൊന്നും നോക്കാതെ, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരാളെ നിശ്ചയിക്കുന്നു. അയാൾ ഈ ആയിഷയെ കാണുന്നു. ആയിഷയെ കണ്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അവിടെ എത്തുമ്പോഴേക്കും ഇവരെക്കുറിച്ച് അപവാദം പറയാൻ ഈ സഹാബികൾ തന്നെ തയ്യാറാകുന്നു. അപ്പോൾ ഈ സഹാബികൾക്ക് പോലും ഒരു വിശുദ്ധി, പ്രവാചകൻ്റെ ഭാര്യയ്ക്ക് ഒരു വിശുദ്ധി കൽപ്പിക്കാൻ പോലും ഇവർക്കും കഴിയുന്നില്ല. ഇങ്ങനെ തുടങ്ങി ഈ ഒരൊറ്റ ചരിത്രത്തിൽ മുഹമ്മദ് നബി എന്ന് പറയുന്ന മഹാഗുരുവിനെ എത്രത്തോളം ചെറുതാക്കാൻ പറ്റും അത്രത്തോളം ചെറുതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ പിൽക്കാലത്ത് ഞാൻ ചോദിക്കട്ടെ, ഇത് ചെയ്തേ റസൂലുള്ളാഹിനെ മഹാനാക്കണ സൊസൈറ്റി ഇത് ചെയ്യൂലല്ലോ. മഹാനാക്കുന്ന സൊസൈറ്റി അല്ലല്ലോ ചെയ്യുന്നത്. ഈ മഗാസി, താരീഖ്, ഹദീസ്, ഈ 3 സംഗതികൾ. മഗാസി എന്ന് പറഞ്ഞാൽ യുദ്ധ കഥകൾ, ഗസ്വത്തിൻ്റെ. പിന്നെ താരീഖ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ തന്നെ സീറ, പിന്നെയാണ് ഹദീസ്. ഈ 4 കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് പിൽക്കാലത്ത് രാജാക്കന്മാരാണ്. ഉമയ്യത്ത് അബ്ബാസി കാലഘട്ടങ്ങളിലാണ്. ഉമയ്യത്തിൻ്റെ കാലത്ത് ഇതിൻ്റെ വാങ്മൊഴികൾ ഉണ്ടാവുകയും അബ്ബാസി കാലത്ത് അത് ഡോക്യുമെൻ്റൈസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, രാജാക്കന്മാരുടെ ഇംഗിതങ്ങൾ. രാജാക്കന്മാർക്ക് കാര്യമായിട്ട് 4 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അവരുടെ യുദ്ധക്കൊതി. 2, അവരുടെ സാമ്രാജ്യത്തെ കടന്നു കയറാനുള്ള മോഹം. 2, അവരുടെ ഇന്ദ്രിയ സുഖങ്ങൾ. മൂന്നാമത്തത് ഇന്ദ്രിയ സുഖങ്ങൾ. അവരുടെ 4 സുഖലോലുപത. 4മത്തത് അവരുടെ ഈ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കളികൾ. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രവാചകനെ ഇവർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇൻ്റർപ്രറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് മുഹമ്മദ് നബി യുദ്ധം ചെയ്തു. അങ്ങനെയാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടതാണല്ലോ. മുഹമ്മദ് നബി അതായത് നബി ചെയ്തത് സുന്നത്താണല്ലോ. അപ്പോൾ മുഹമ്മദ് നബി യുദ്ധം ചെയ്തെങ്കിൽ യുദ്ധം ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ അവിടെ ഇവരുടെ കൊതിയെ തൃപ്തിപ്പെടുത്തി. പിന്നെ ഇന്ദ്രിയ സുഖങ്ങളുടെ അവിടെയാണ് 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു. അപ്പം നമുക്കെന്തുകൊണ്ടാണ് ബാലികമാരെ വിവാഹം ചെയ്തു വിടാത്തത്? വിവാഹം ചെയ്തു. അതുപോലെ നബി
കിസ്വ വലിയ ഒട്ടകത്തെ, അപ്പം നമുക്ക് മുന്തിയ വാഹനങ്ങൾ ഉപയോഗപ്പെടുത്താം എന്നിങ്ങനെ നബി അതിനു വേണ്ടി ഉപയോഗിച്ചു. ഇങ്ങനെ ഇവരുടെ എന്തൊക്കെയാണോ ഇവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് ഇവർ കഥകൾ ഉണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ ആ കഥകളും മുഹമ്മദ് നബിയും തമ്മിലൊരു ബന്ധമില്ല. നമ്മൾ പഠിക്കുന്ന താരീഖിലൂടെ, നമ്മൾ കാണുന്ന ഈ ഹദീസിലൂടെ, നമ്മൾ കാണുന്ന മഗാസി സീറകളിലൂടെ നമ്മൾ കയറി ചെന്നാൽ നമ്മൾ കാണുന്നത് യുദ്ധകൊതിയനായ, സ്ത്രീലമ്പടനായ, ഇന്ദ്രിയ സുഖങ്ങൾക്ക് പിറകെ പോകുന്ന, തികച്ചും ഭൗതികാസക്തനായ ഒരു ഗോത്ര നേതാവിനെ നമുക്ക് കാണാം. ഖുർആനിലൂടെ പോയാൽ മാത്രമേ ഒരു മഹാഗുരു എന്ന അർത്ഥത്തിലുള്ള ഒരു തേജസ്വിയായ ഒരു മനുഷ്യനെ കാണാൻ കഴിയുള്ളൂ. ഈ ഹദീസുകൾ നിങ്ങൾ കംപ്ലീറ്റ്ലി നിരാകരിക്കുക. ഖുർആനോട് ചേരുന്ന ഹദീസുകൾ മാത്രമേ എടുക്കുള്ളൂ. ഖുർആൻ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 6 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിച്ചു, ബുഖാരി പറയുന്നു. ഖുർആൻ പറയുന്നു മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് ഉന്നതമായ മാതൃകയുണ്ട്. ഈ ഹദീസും ഈ ആയത്തും തമ്മിൽ ചേരുന്നില്ല. അപ്പോൾ നമുക്ക് ഒട്ടും സംശയിക്കേണ്ടതില്ല, ഹദീസാണ് മാറ്റി വെക്കേണ്ടത്. അത് ബുഖാരിയാണോ? ബുഖാരി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം അയാളെക്കുറിച്ച് പറയുന്ന കഥകളുണ്ടല്ലോ, ആ കഥകൾ വായിച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ തോന്നില്ല. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇസ്ലാമിൻ്റെ ബേസ് തന്നെ പൊളിയില്ലേ. ഇസ്ലാം മാത്രം ഇപ്പോൾ വേൾഡിൽ നിലനിൽക്കുന്ന ഇസ്ലാം നിലനിൽക്കുന്ന എന്തുമല്ല, ഒന്ന് ഖുർആൻ, 2 ഹദീസിൽ തന്നെ സിഹാഹു സിത്തകൾ. അപ്പം അതിൽ നിങ്ങളിപ്പോൾ ഈ ബുഖാരിനൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചാൽ കഴിഞ്ഞ കഥ അല്ല. ഞാൻ ചോദിക്കുന്നത് ഈ ബുഖാരിയൊക്കെ ഉണ്ടാകുന്നത് വരെ നിലനിൽക്കുന്ന ഒരു 200 കൊല്ലത്തെ ഇസ്ലാം ഉണ്ടല്ലോ, അതെങ്ങനെ നിലനിന്നു? അതൊക്കെ ചോദ്യം അല്ല. ഇപ്പം നിലനിൽക്കുന്ന ഇസ്ലാം നിലനിൽക്കണം എന്താ ഇത്ര വാശി? ഞാൻ പറയുന്നത് അതിന് മുമ്പുള്ള ഇസ്ലാം നിലനിന്നാൽ പോരെ. ഈ ബുഖാരി ജനിക്കുന്നതിന് മുമ്പ് 200 കൊല്ലം, 192 ബുഖാരി ജനിക്കുന്നത്. അപ്പോൾ ഈ 192 വർഷം ഇയാൾ പ്രായപൂർത്തിയാകുന്ന ഒരു 15 കൊല്ലം കൂടി കൂട്ടി 210 വർഷം ഇസ്ലാം എങ്ങനെ ആയിരുന്നു? ആ ഇസ്ലാമാണല്ലോ ശരിക്കുള്ള യഥാർത്ഥ ഇസ്ലാം. അതാണല്ലോ മുഹമ്മദ് നബിയുടെ ഇസ്ലാം. പിന്നുള്ളത് ബുഖാരിയുടെ ഇസ്ലാമാണ്, മുസ്ലിമിൻ്റെ ഇസ്ലാമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ സിഹാഹു സിത്ത എന്ന് പറയുന്ന ഈ സാങ്കല്പിക ശബ്ദങ്ങളൊക്കെ ആരാണ് നൽകിയത്? അത് ഖുർആനിലുള്ളതാണോ? മുഹമ്മദ് നബി പറഞ്ഞാണോ? മുസ്ലിം വേൾഡിലെ ടെർമിനോളജി ആര് നൽകിയത്? ഇതിനിപ്പോൾ ഒരു ചോദ്യം എന്താ വെച്ചാൽ, അങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഖുർആന്റെ എന്തിനപ്പം നിങ്ങൾ ഖുർആനിൽ വിശ്വസിക്കണം, അതൊരു യുക്തിവാദമായി മാറിയില്ല. അല്ല, ഖുർആനിൽ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഒരു പ്രശ്നം അല്ല. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഏത് അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിനെ നിർവചിക്കുന്നത്? ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ എനിക്ക് തിരിച്ചു ചോദിച്ചൂടെ, നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഖുർആൻ വിശ്വസിക്കുന്നത്? അന്ധമായി വിശ്വസിക്കുന്നു, ബ്ലൈൻഡാണ്. അത് എൻ്റെ ഒരു ട്രഡീഷൻ. ഞാൻ ജനിച്ചു വന്ന ഒരു മതം ഇസ്ലാം ആയതുകൊണ്ട് ഞാൻ ഒരു അടിസ്ഥാനം വേണമല്ലോ, ഒരു കുറ്റി വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ഖുർആനിൽ വിശ്വസിക്കുന്നു, ദൈവവചനമാണെന്ന് വിശ്വസിക്കുന്നു. എന്താണ് അതിന് തെളിവെന്ന് ചോദിച്ചാൽ ഒരു എവിഡൻസും ഇല്ല, അതെൻ്റെ വിശ്വാസമാണ്. ഇനി രണ്ടാമത്തെ ഒരു സാധനം, അത് നിങ്ങൾക്ക് കിട്ടിയാലും ഈ പറഞ്ഞ വഴിയുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ, അതിനങ്ങൾ നിരാകരിക്കണം. ഞാൻ നിരാകരിക്കുന്നില്ല. ആ വഴികളിലൂടെ കിട്ടിയ ഖുർആനെ ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ മറ്റു കാര്യങ്ങൾ നമ്മൾ എന്തിനു നിരാകരിക്കും? അല്ല, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഖുർആനിനെ സംശയത്തിലാണോ കാണുന്നത് എങ്കിൽ നിങ്ങൾക്കത് വിശ്വസിക്കാം. അതല്ല, ഖുർആൻ ദൈവവചനമാണ് എന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടോ എങ്കിൽ ഇതിനു വിരുദ്ധമായത് ഒരേ സമയത്ത് 2 വിരുദ്ധങ്ങളായ ആശയങ്ങൾ ഒന്നിൽ ചേർന്ന് പോവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഖുർആനിലാണ് വിശ്വസിക്കുന്നത് എങ്കിൽ ഖുർആന് വിരുദ്ധമായതിനെ തള്ളിക്കളയൽ നിങ്ങളുടെ പ്രഥമമായ ബാധ്യതയാണ്. ഇനി നിങ്ങൾ ഖുർആനെ സംശയത്തിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അതാവാം, പക്ഷെ അത് പറയണം. അതെ. അപ്പം അതിലുള്ള നിങ്ങൾ ചോദിക്കണേ, ഇപ്പം എനിക്ക് മനസ്സിലാകാത്തൊരു സാധനം, നിങ്ങളിപ്പോൾ പറയണത്, ഇപ്പോൾ നിങ്ങളൊരു മൊത്തത്തിലുള്ള ആശയം എന്ന് പറഞ്ഞാൽ സർവ്വവേദ സത്യവാദമാണ്. നിങ്ങളിവിടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വവേദങ്ങളും സത്യമാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ ഖുർആനിൽ മാത്രം നിൽക്കുന്നത് എന്തിനാ? അതാദ്യം സർവ്വമതങ്ങൾ വേദവും സത്യമാണ് എന്നുള്ളതിൻ്റെ നിങ്ങളുടെ ഒരു പ്രിൻസിപ്പിൾ എന്താ? അതിൻ്റെ എവിഡൻസ് എന്താ? ഖുർആനാണ് പറഞ്ഞിരുന്നത്. എന്താ ഖുർആൻ പറഞ്ഞത്? 4 വേദങ്ങളെ കുറിച്ചല്ലേ? അല്ല, ഖുർആൻ 4 വേദങ്ങളെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, ഖുർആൻ അറ്റമില്ലാത്ത വേദങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ സുഹഫി ഇബ്രാഹിം അബു മൂസ, ഇബ്രാഹിമിന് വേദം ഉണ്ടെന്ന് ഖുർആൻ പറയുന്നു. അതേതാണ് വേദം? നമുക്കറിയില്ല. അപ്പോൾ ഖുർആൻ അങ്ങനെ പറയുന്നുണ്ട്. പ്രവാചകനോട് പറയുന്നു, നിനക്ക് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരിൽ, പിന്നെ നിനക്ക് മുമ്പ് നിനക്ക് അറിയുന്നവർക്കും അറിയാത്തവരുമായിട്ടുള്ള പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്, അവർക്ക് വേദം നൽകിയിട്ടുണ്ട്. ഇസ്മായിൽ നബിക്ക് വേദം നൽകിയിട്ടുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതേതാണ് വേദം? അപ്പോൾ ഖുർആൻ പറയുന്ന വേദങ്ങൾ, ഈ 4 എന്ന് പറയുന്നത് അറബികൾക്ക് പരിചിതമായ 4 വേദങ്ങൾ മാത്രമാണ്. 4 വേദങ്ങളെ ഖുർആനിലുള്ളൂ എന്നല്ല, ഖുർആനിൽ നിരവധി അറ്റമില്ലാത്ത വേദങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്.
അപ്പൊ നിങ്ങളെ ബേസ് എന്ന് പറഞ്ഞത് ഖുർആനാണ്. തീർച്ചയായിട്ടും. അപ്പം അതിന്ന് മൗലവി മുന്നോട്ട് പോകില്ല, അതിൽ നിന്ന് മാറിപ്പോവില്ല. അതെ അതെ, ഖുർആൻ മാറിപ്പോകില്ല. അത് അതാണ് കുറ്റി. കുറ്റി ഖുർആൻ. അപ്പൊ അതിലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പൊ നിങ്ങള് ചെയ്യുന്ന പല കാര്യങ്ങളും സുന്നത്തുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ നിങ്ങൾ ഖുർആൻ, ഇപ്പൊ നിങ്ങളൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ അവസാനം ഒരു നിക്കാഹ് നടത്തി. നിക്കാഹ് അങ്ങനെ നടത്തണം എന്ന് ഖുർആനിൽ പറഞ്ഞില്ലല്ലോ. ഇല്ല. അത് നിങ്ങൾക്ക് സുന്നത്തുനിന്ന് കിട്ടിയല്ലേ, അല്ലെ മുസ്ലിം ആചാരത്തിൽ നിന്ന് കിട്ടിയല്ലേ. അപ്പൊ അതിന്റെ കസ്റ്റമറി എന്ന് പറയുന്നത്, ഉറുഫ് എന്ന് പറയുന്നത് പിന്നെ ഒരടിസ്ഥാനമാണെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നു. കാരണം ഇസ്ലാമിന് നിലവിലുള്ള ഒരു ആചാരവും മുഹമ്മദ് നബി കൊണ്ടുവന്നതല്ല. നിസ്കാരം മുഹമ്മദ് നബി കൊണ്ടുവന്നതല്ല. നോമ്പ് മുഹമ്മദ് നബി കൊണ്ടുവന്നതല്ല. ഹജ്ജ് മുഹമ്മദ് നബി കൊണ്ടുവന്നതല്ല. ഇതൊക്കെ പണ്ടേയുള്ള കസ്റ്റമറിയിൽ നിന്ന് അതിന് ചിലപ്പോൾ ഒന്ന് പ്യൂരിഫൈ ചെയ്തിട്ടുണ്ടാവും എന്നല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിലവിലുള്ള ഇസ്ലാമിലെ ആചാരങ്ങൾ, നമ്മുടെ പള്ളി സങ്കല്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയും പഴയ ആചാരങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന, നമ്മൾ സംസാരിക്കുന്ന ഈ ഖുർആൻ സംസാരിക്കുന്ന ഭാഷ അറബി മുഹമ്മദ് നബി കണ്ടുപിടിച്ചതല്ലോ, പണ്ടേ ഉള്ളതല്ലേ. അപ്പോൾ മനുഷ്യരാശി കടന്നു പോരുന്ന വഴികൾ, സംസ്കാരങ്ങൾ, ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കുത്തകയൊന്നുമല്ല, എല്ലാവരുടേതുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വിവാഹ സമ്പ്രദായമുണ്ട്. ഈ വിവാഹ സമ്പ്രദായം ദോഷകരമാകാത്ത കാലത്തോളം തീർച്ചയായിട്ടും നമുക്ക് അത് ഉൾക്കൊള്ളാവുന്നതാണ്. ഇസ്ലാമിലെ വിവാഹ സങ്കല്പത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ലോകത്ത് നിലവിലുള്ള മറ്റ് വിവാഹ സമ്പ്രദായങ്ങളിൽ നിന്ന് വളരെ ലളിതമായ ഒരു രീതി അതിനുണ്ട്. ഒന്ന്, 2 സാക്ഷികളും വധുവും വരനും, പിന്നെ അവരുടെ രക്ഷിതാക്കളും ഉണ്ടായാൽ, ഒരു മഹറും ഉണ്ടായാൽ വിവാഹമായി വളരെ എളുപ്പത്തിൽ സാധിക്കും. അതിന് മറ്റു ഒന്നിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിലവിലുള്ള ഒരു വിവാഹ രീതികളിൽ ഏറ്റവും ലളിതമായത് ഒന്ന്. അതിൽ വധുവിന് സ്പേസ് ഇല്ല സാധാരണ ഇല്ല. ഞാൻ ചെയ്ത എല്ലാ വിവാഹങ്ങളിലും, ഞാൻ സുന്നി ആയിരിക്കുന്ന സമയത്തും ജമാഅത്തായിരിക്കുന്ന സമയത്തും ചെയ്തൊഴിച്ചാൽ ഞാൻ 1000-ലധികം വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോ നിങ്ങളെ ഈ ആശയം വരുന്നതിന് മുമ്പ് ഉണ്ട്. പക്ഷേ ഞാൻ ഇതിലേക്ക് വന്നതിന് ശേഷം ഞാൻ നിർബന്ധം പിടിക്കാറുള്ളത്, വധുവും വധുവിൻ്റെ ഉമ്മയും ഇല്ലാത്ത നിക്കാഹുകൾക്ക് അവർ സദസ്സിലും പോരാ, സ്റ്റേജിലില്ലെങ്കിൽ ഞാൻ ആ വിവാഹത്തിൽ പങ്കെടുക്കില്ല എന്ന് പറയാറുണ്ട്. ഞാൻ കാർമ്മികനായിട്ട് പങ്കെടുക്കില്ല. അപ്പോൾ അത് സാധാരണ സുന്നി ഇസ്ലാമിക അതെവിടെ നിന്നാണ് ഈ വധുവും വരല്ലാതെ? അത് കർമ്മശാസ്ത്ര പ്രശ്നം. അതൊക്കെ സ്ത്രീകളെ മാറ്റി നിർത്തുക എന്നുള്ളത് ഈ ഗോത്ര സമ്പ്രദായത്തിൻ്റെ രീതിയാണല്ലോ. ശരിക്കും ഖുർആൻ നേർക്കുനേരെ പറയുന്നത് വഅഖദ്ന മിൻകും മീസാഖൻ ഗലീള, അവരും നിങ്ങളും തമ്മിലാണ് കരാർ. ഖുർആൻ പറയുന്നുണ്ട്, അവരിൽ നിന്ന് നിങ്ങൾ കരാർ വാങ്ങി. വഅഖദ്ന മിൻകും എന്ന് അവർ നിങ്ങളിൽ നിന്ന് കരാർ വാങ്ങി. അപ്പോൾ അവിടെ സ്ത്രീയും ഈ വിവാഹിതരാകുന്ന ദമ്പതികളാണ് കരാർ പരസ്പരം സ്വീകരിക്കേണ്ടത്. അവിടെ ഈ പെൺകുട്ടിക്ക് സ്വന്തം നിക്കാഹ് കാണാനോ ആ രജിസ്റ്ററിൽ ഒപ്പുവെക്കാനോ അധികാരമില്ല എന്ന് പറയുമ്പോൾ അതെന്ത് വിവാഹമാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മറ്റേത് മതത്തിലാണ് അല്ലെങ്കിൽ മറ്റേത് ദർശനത്തിലാണ് വധുവിന് സ്ഥാനമില്ലാത്ത വിവാഹമുള്ളത്? അപ്പോൾ വളരെ പാത്തറ്റിക്കാണ് ആ ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ പക്ഷേ അതിലുള്ളൊരു ചോദ്യം എന്താ വെച്ചാൽ, ഈ ആശയങ്ങൾ കൊടുന്നാ കിട്ടുന്നത് അങ്ങനെ ഈ കസ്റ്റമർ ഓക്കെ, നിങ്ങൾ പറയണത് ഇപ്പം ഈ നിക്കാഹ് നടത്തി കൊടുത്ത് എന്ന് പറഞ്ഞാലേ ഈ സിസ്റ്റം ഇവിടെ നിങ്ങൾക്ക് ഖുർആനിൽ ഇവിടെ അതിൽ ഖുർആനിൽ ഇങ്ങനെ നടത്തണം എന്നില്ലല്ലോ. അല്ലേ, അതായത് രണ്ടാളുകൾ തമ്മിൽ കരാർ നടത്തേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. രണ്ടാൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന്. ഇനി രണ്ടാമത്തെ ചോദ്യം, അങ്ങനെ ആവുമ്പം ആ പയ്യന്റെ മതം കൂടി പരിഗണിക്കണ്ടേ, ഓൻ്റെ മതപരമായിട്ട് കൂടി നടത്തണ്ടേ? ഞാൻ പറയാറുണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇത് എന്നോട് വന്ന് ആവശ്യപ്പെടുന്നു, ഇങ്ങനെ നിക്കാഹ് ചെയ്ത് നിക്കാഹ് ചെയ്യണം, ഞാൻ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ പറയും നിങ്ങൾ പള്ളിയിൽ പോയിട്ട് ചെയ്യണം. എന്താ ഇപ്പോൾ ഒരു പള്ളിയിൽ പോയിട്ട് ആൾത്താരയുടെ മുന്നിൽ വെച്ച് ഒരു പുരോഹിതൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ വിവാഹിതരാണെന്ന് പറയുന്നതിൽ എന്താണ് പൊളിഞ്ഞു പോകുന്നത്? ഒന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ഒരു നിലവിളക്കിൻ്റെ മുന്നിൽ മാല ഇട്ടാൽ എന്താ പൊളിഞ്ഞു പോകുന്നത്? അതുകൊണ്ടൊരു കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ ആര്യ അലി വിവാഹമാണല്ലോ. ഇപ്പം ആര്യ അലി വിവാഹം ഞാൻ നടത്തി കൊടുത്ത വിവാഹങ്ങളിൽ ഒന്ന് മാത്രമാണ്. അതിന് ഇല്ല, 1000 ഒന്നുമില്ല. ഞാനിപ്പോൾ അകമ്പുരളിൽ വന്നതിന് ശേഷം ആ രീതിയിൽ നടത്തിയ വിവാഹം ഒരു 10-35 വിവാഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഇത് അതിൻ്റെ ഏറ്റവും ഒടുവിലല്ല, അതിൻ്റെ ഇടയിൽ നടന്നൊരു വിവാഹമാണ്. അത് സോഷ്യൽ മീഡിയയിൽ വന്നതോടുകൂടി വൈറലായതാണ്. ശരിക്കും ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ചെയ്തോളൂ, ക്ഷേത്രത്തിൽ പോയിട്ട് പാർട്ടി ഓഫീസിൽ പോയിട്ട്. ഒരു മാർക്സിസ്റ്റ് ദമ്പതികൾ വന്നിരുന്നു, കമ്മ്യൂണിസ്റ്റ് ദമ്പതികൾ. ഞാൻ അവർക്ക് നിക്കാഹ് കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പാർട്ടി ഓഫീസിൽ പോയിട്ട് മാല ഇട്ടോളൂ, ഒരു കുഴപ്പമില്ല. അങ്ങനെ മാല ഇടുമ്പോൾ തീർന്നു പോകുന്ന ഒരു മതമാണെങ്കിൽ ആ മതത്തിന് എന്ത് അടിസ്ഥാനമാണുള്ളത്? നിങ്ങളൊരു നിലവിളക്ക് കത്തിക്കുമ്പോൾ തോറ്റുപോകുന്ന, പതറിപ്പോകുന്ന ഒരു മതം, ഒരു ചുവന്ന മാല ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ്റെ മുന്നിൽ വെച്ച് ആശീർവാദം വാങ്ങുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നൊരു മതമാണെങ്കിൽ ഈ മതം എത്ര ദുർബലമാണ്. അപ്പോൾ ഇതിൽ ഒരു പ്രശ്നത്തെ ഖുർആൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദ് പൊളിയൂലേ? ഖുർആനാണ് നിങ്ങൾ ബേസ് എന്ന് പറയണേ.
ഖുർആന്റെ തൗഹീദിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഖുർആനിൽ തൗഹീദ് എന്ന ശബ്ദം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? അറിയില്ല, നിങ്ങൾ വന്നിട്ടേ ഇല്ല. ഇല്ല. പക്ഷെ അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ അല്ല, കുറിച്ച് പറയണില്ലേ? അല്ല, അവിടെ ഒരു വിഷയമുള്ളത് ഒരു അടിസ്ഥാന ആശയം, തൗഹീദ് എന്ന് പറയുന്ന ഒരു അടിസ്ഥാന ആശയമാണെന്ന് നമ്മൾ പറയുമല്ലോ. അങ്ങനെ പറയുമ്പോൾ ആ ഒരു ശബ്ദം എന്തുകൊണ്ട് ഖുർആനിൽ വന്നില്ല? ഖുർആനിൽ വരാത്തൊരു ശബ്ദം എങ്ങനെയാണ് അടിസ്ഥാന ആശയമായത്? അല്ല, അത് ഷിർക്ക് എന്നാ പിന്നെ അങ്ങനെ പറയാം. ഷിർക്ക് അടിസ്ഥാന ആശയമല്ലല്ലോ. അല്ല, തൗഹീദിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ തൗഹീദ് വന്നിട്ടുണ്ടോ ഖുർആൻ? അപ്പോൾ ഇവിടെ എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ദൈവശാസ്ത്രത്തിൽ കാതലായ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ തിയോളജിയിൽ ഉണ്ടുണ്ട്. ഒന്ന്, ദൈവം ഏകനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ പ്രവാചകന്മാരൊക്കെ വന്നത് എന്നാണല്ലോ പറയുന്നത്. ദൈവം ഏകനല്ല എന്ന് ലോകത്ത് ഏതെങ്കിലും മതങ്ങൾ, ഏതെങ്കിലും ദർശനം, ഏതെങ്കിലും കാലത്ത് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ ആരും ക്ലെയിം ചെയ്യാത്തൊരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടി പ്രവാചകന്മാർ വരേണ്ടത്. ഇത് പകലാണ് എന്ന് സ്ഥാപിക്കാൻ ഒരു പ്രവാചകൻ വന്നു. അതുപോലത്തെ ഒരു തമാശയില്ല അത്. ഇത് പകലാണെന്ന് സ്ഥാപിക്കാൻ ഒരു പ്രവാചകൻ വരണോ? ബാക്കി എല്ലാ മതങ്ങൾക്കും ഇപ്പോൾ ട്രിനിറ്റി, 3 ദൈവമല്ലേ, കാരണം ത്രിയേകത്വം. എന്താ പറഞ്ഞത്? ത്രിയേകത്വം എന്താ സംഭവം? എനിക്ക് മനസ്സിലായി. അല്ല, എന്താ സംഭവം? ത്രിയേകത്വം എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം? ഏകത്വത്തെ 3ആയി കാണുന്നു. ഏകത്വം എന്ന് പറയുന്നതിന് 3 ആളത്വമായി കാണുന്നു. അവിടെ ഏകത്വമാണുള്ളത്. അല്ല, ഞാൻ പറയുന്നത് ഏതെങ്കിലും മതം ആധികാരികമായി ദൈവം ഒന്നിൽ കൂടുതലുണ്ടെന്ന് ഇന്നേ വരെ ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഹിന്ദുമതത്തിൽ ഒന്നിൽ കൂടുതൽ ദൈവം ഉണ്ടെന്ന് ഏതെങ്കിലും ഒരു പ്രമാണത്തിൽ കാണിച്ചു തരാൻ പറ്റും? പ്രമാണത്തിലല്ല, നമുക്ക് നമ്മളിപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യം പിൻവലിക്കണം. കാരണം നിലവിലുള്ള ഇതല്ല, പ്രമാണമാണ് വിഷയം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാറ്റിലും അങ്ങനെ വരണം. നിലവിലുള്ളത് പ്രമാണമാണ് നോക്കുന്നതെങ്കിൽ ലോകത്ത് ഹിന്ദുമതത്തിലെ ഏതെങ്കിലും ഒരു ധാര, ഹിന്ദുമതത്തിൽ നിരവധി ധാരകളുണ്ട്, ഏതെങ്കിലും ഒരു ധാരയിൽ ദൈവം ഒന്നിൽ കൂടുതലുണ്ട്, പരബ്രഹ്മം ഒന്നിൽ കൂടുതലുണ്ട് എന്ന് പറഞ്ഞ ഒരു രേഖ തമാശക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ലെങ്കിൽ അവർ പറയാത്തൊരു കാര്യത്തെ അവരുടെ മേലെ ആരോപിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്നോട് മുനിനാരായണ പ്രസാദ് സ്വാമി ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ ബഹുദൈവ ആരാധകരാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഞങ്ങൾ വിഗ്രഹാരാധകരാണെന്ന് പറഞ്ഞു. അത് വിഷയം വിഗ്രഹാരാധകരാണ്. മുസ്ലിങ്ങൾ വിഗ്രഹാരാധകരല്ലേ? നിങ്ങൾ പിന്നെ ഈ ഹജറുൽ അസ്വദ് പോയി മുത്തുന്നത്, ഞങ്ങൾ മുത്തുന്നത് പിന്നെ അരൂപാരാധനയും നിങ്ങൾ മുത്തുന്നത് വിഗ്രഹാരാധനയും, ഇത് ഇരട്ടത്താപ്പല്ലേ? ഒന്നും പറയണ്ട. ഉമറിന്റെ സംഭവം ഹജറുൽ അസ്വദ് മുത്തിയാൽ പാപം പൊറുക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ മുസ്ലിങ്ങൾ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത് അള്ളാഹുവിന്റെ സൃഷ്ടി എന്ന രീതിയിൽ എന്തോ ആവട്ടെ, ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഒരു കല്ലിനെ മുത്തിയാൽ പാപം നിസ്കരിച്ചാലും പാപം പൊറുക്കുന്നു വിശ്വസിക്കുന്നുണ്ടല്ലോ. വലിയൊരു എടുപ്പല്ലേ അത്? വിഗ്രഹമാണ്. വിഗ്രഹത്തിന്റെ അർത്ഥം വിശേഷാൽ ഗ്രഹിക്കാവുന്നത് എന്നേ ഉള്ളൂ. അതൊരു ചിത്രമാകണമെന്നില്ല. വസ്തുവും വസ്തുതയും വിഗ്രഹമാകാം. അപ്പോൾ ഒരു വസ്തു മാത്രമാണ് വിഗ്രഹം എന്ന് വിചാരിക്കേണ്ട. വെള്ളിയാഴ്ച അതൊരു വിഗ്രഹമാണ്. പടിഞ്ഞാറ് ഒരു വിഗ്രഹമാണ്. വിശേഷാൽ ഗ്രഹിക്കാൻ വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കുന്നതെല്ലാം വിഗ്രഹമാണ്. അല്ല, അങ്ങനെ വിശ്വസിക്കുന്നതല്ല ഞാൻ പറയുന്നത്. വിഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം വിശേഷാൽ ഗ്രഹിക്കാൻ ഉപകരിക്കുന്നത് എന്നാണ്. വിശേഷാൽ ഗ്രഹിക്കാൻ ഉപകരിക്കുന്നതെല്ലാം വിഗ്രഹമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ വരുമ്പോൾ വിഗ്രഹം എന്ന് പറയുന്നതിനെ മനുഷ്യന് ഉപേക്ഷിക്കാൻ കഴിയില്ല. നിങ്ങൾ മുസ്തഫ മൗലവി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ രൂപം ഓർക്കാറുണ്ടോ? എങ്കിൽ വിഗ്രഹമാണത്. എന്ന് വെച്ചാൽ കാഴ്ച പ്രധാനമോ കേൾവി പ്രധാനമോ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഷിർക്കില്ല. അപ്പൊ പിന്നെ ഇസ്ലാമിന്റെ നിങ്ങൾ പറഞ്ഞ ഖുർആന്റെ ബേസും പൊളിഞ്ഞില്ല. ഇല്ല, ഷിർക്ക് എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് പ്രശ്നം. വിഗ്രഹാരാധനയാണ് ഷിർക്ക്. ഞാൻ പറയട്ടെ, ഖുർആനിൽ പറയുന്നു മുശ്രിക്കുകളെ വിവാഹം ചെയ്യരുത്. മുശ്രിക്കുകൾക്ക് അർത്ഥം ബഹുദൈവാരാധകർ അല്ലെങ്കിൽ വിഗ്രഹാരാധകർ എന്നാണെങ്കിൽ അതേ ഖുർആൻ പറയുന്നു നിങ്ങൾ ക്രിസ്ത്യാനികളെ വിവാഹം ചെയ്യാം. ക്രിസ്ത്യാനികൾ കുരിശ് ആരാധിക്കുന്നവരാണ്, ക്രൂശിത രൂപത്തെ ആരാധിക്കുന്നവരാണ്, പുരോഹിതന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് കുമ്പസരിക്കുന്നവരാണ് ആണല്ലോ. അപ്പോൾ വിഗ്രഹാരാധന മുസ്ലിം ആക്കി കല്യാണം കഴിക്കണം അങ്ങനെയാണ് ആര് പറഞ്ഞത്? ക്രിസ്ത്യാനിയായിട്ട് കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. മുസ്ലിം ആക്കിയ പിന്നെ മുസ്ലിം ആയില്ലേ? പിന്നെ ഹിന്ദുവിനെ അങ്ങനെ ആക്കാലോ, മുശ്രിക്കിനെ അങ്ങനെ ആക്കാലോ. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയല്ല. വിഗ്രഹാരാധകർ എന്നാണ് മുശ്രിക്കിൻ്റെ അർത്ഥമെങ്കിൽ വിഗ്രഹാരാധകരായ ക്രിസ്ത്യാനികളെ വിവാഹം ചെയ്യാമെന്നും വിഗ്രഹാരാധകരെ വിവാഹം ചെയ്യരുത് എന്നും രണ്ടും ഒരേ ഖുർആനിൽ വരാൻ പാടില്ലല്ലോ. അപ്പോൾ ഷിർക്ക് എന്ന് പറയുന്നത് വിഗ്രഹാരാധനയല്ലെന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാവുന്നത് ആണ്. 2, അള്ളാഹു പറയുന്നു ഷിർക്ക്. ഞാൻ പറയട്ടെ, ഷിർക്ക് ഞാൻ ഒരിക്കലും പൊറുക്കില്ലെന്ന് അള്ളാഹു പറയുന്നു. വൻപാപങ്ങളിൽ ഒന്നാണ് ഷിർക്ക്. വിഗ്രഹാരാധനയാണെങ്കിൽ പശുവിനെ ആരാധിച്ച ബനു ഇസ്രായേലിയർക്ക് നാം പുറത്തു കൊടുത്തു. സുമ്മ അഫൗനാങ്കും, നിങ്ങൾക്ക് നാം പുറത്തു വന്നു ഖുർആൻ പറയുന്നു. ഷിർക്ക് ഒരിക്കലും പൊറുക്കില്ല എന്നും പറയുന്നു. വിഗ്രഹാരാധന ഷിർക്കാണെങ്കിൽ പുറത്തു കൊടുത്തു എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ലല്ലോ.
അപ്പോൾ ഖുർആൻ വായിക്കുന്നിടത്തല്ലേ നമുക്ക് പ്രശ്നം വന്നത്. അപ്പോൾ ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന ഷിർക്ക് അല ദുൽമുൻ അദീം. ഷിർക്ക് എന്ന് പറയുന്നത് വലിയ അക്രമമാണ്. അത് സാമൂഹ്യ ദ്രോഹ പ്രവർത്തനങ്ങളാണ്. ഷിർക്ക് ചെയ്ത ആൾ ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും അത് ഫറോവയാണ്, മുആവിയയാണ്, യസീദാണെന്ന് ഞാൻ പറയും. നിങ്ങൾ പറയും കാരണം വലിയ മുശ്രിക്കുകൾ അവരാണ് ഏറ്റവും വലിയ മുശ്രിക്കുകൾ. കാരണം ഖുർആൻ പറയുന്നുണ്ട് ഫവൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുഅ്തൂന സകാത്ത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. മുശ്രിക്കുകൾ നശിച്ചുപോയി. ആരാണ് മുശ്രിക്ക്? സക്കാത്ത് കൊടുക്കാത്തവൻ, ധനപൂജകൻ. സക്കാത്ത് കൊടുക്കേണ്ടത് ആരാ? മുസ്ലിങ്ങളല്ലേ, കാരണം അവരുടെ ശരീരത്തിലാണല്ലോ ഉള്ളത്. അപ്പോൾ മുസ്ലിങ്ങൾ സക്കാത്ത് കൊടുക്കാത്ത മുശ്രിക്കുകൾ എന്ന് പറയുന്ന ആരെക്കുറിച്ചായിരിക്കും? മുസ്ലിങ്ങളെ കുറിച്ചായിരിക്കുമല്ലോ. അപ്പം അതിലൊരു പ്രശ്നം എന്താ പറയുക, ചരിത്രപരമായി മുഹമ്മദ് നബിയുടെ ജീവിതം ഉണ്ടാകുന്നത് മക്കയിലെ ട്രെയിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് ഇതൊക്കെ തെറ്റാന്നല്ലേ ഇപ്പം നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും ആ ചരിത്രം ഉണ്ടാക്കിയ ആളുകൾ, കാരണം ഈ 300 ചില്ലാനം വിഗ്രഹങ്ങളുള്ള കഅബയെ തവാഫ് ചെയ്ത ഒരാളുടെ പേരാണ് മുഹമ്മദ് നബി. അത് ഇസ്ലാം ജാഹിലിയ കാലത്ത് അല്ല, മുഹമ്മദ് നബി മദീനയിലേക്ക് വന്നതിന് ശേഷം മദീനയിൽ നിന്ന് തിരികെ പോയിട്ട് മക്ക ഫത്തഹിന് മുമ്പ് അവിടെ പിന്നെ തവാഫ് ചെയ്തിട്ടുണ്ട്. ആ തവാഫ് ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെ അകത്ത് വിഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഗ്രഹം നബി പ്രവാചകന് വടികൊണ്ട് കുത്തി വിഗ്രഹത്തെ പൊട്ടിച്ചു എന്നൊക്കെ പറയുന്ന കള്ളമാണ്. ഇവിടെ സമുദായ ലഹള ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവിടെ അത് ഒരു സമുദായ ലഹള ഉണ്ടാകും. കാരണം ഒരു ആരാധനാമൂർത്തിയെ മോശമായ വാക്ക് പറയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ കുത്തിക്കൊല്ലാമെന്നാണ് അതിൻ്റെ അർത്ഥം. ലാ തസുബ്ബു എന്ന് പറയുമ്പോൾ ആരാധനാമൂർത്തിയെ മോശമായ വാക്കുകളാൽ അതിനെ പിന്നെ ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ വടികൊണ്ട് കുത്തി പൊട്ടിക്കാമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇസ്ലാം വരുന്നത്, ഞാൻ അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇസ്ലാം വരുന്നത്, ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രം രൂപപ്പെടുന്നത് വിഗ്രഹാരാധകൾക്കും മുശ്രിക്കുകൾക്കും എതിരെയാണ്. എന്തിനാ പിന്നെ ഇസ്ലാം അവിടെ വന്നത്? അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ അറിയണമല്ലോ. തീർച്ചയായിട്ടും അവിടെ വരുന്നത് അവർക്ക് ഒരു നിയതമോ നിശ്ചിതമോ ആയ ജീവിത ചിട്ടകളോ ധാർമ്മിക പാഠങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർ വേദശൂന്യരായിരുന്നു. ഉമ്മിഗി എന്ന പദത്തിൻ്റെ അർത്ഥം അതാണ്. അല്ലാതെ വേദശൂന്യരെന്നാണ്, അല്ലാതെ അർത്ഥമില്ലാത്തവർ, അക്ഷരാഭ്യാസം ഇല്ലാത്തവരെന്നല്ല. അവരേറ്റവും കൂടുതൽ അക്ഷരാഭ്യാസം ഉള്ളവരും സാഹിത്യ വടുക്കളുമായിരുന്നു. മുഹമ്മദ് നബിയുടെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾ എത്തിയ സാഹിത്യ മേന്മയിലേക്ക് പിന്നീട് ഒരു കാലത്ത് അറബികൾ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ വേദശൂന്യരായിരുന്നു. അവർക്കൊരു വേദവും ജീവിത മര്യാദകളും ചിട്ടകളും പഠിപ്പിക്കുന്നതിനാണ് മുഹമ്മദ് നബി വന്നത്. അപ്പോൾ അവരിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അവരിലുള്ള ഒരു പാഗൻ മാതൃകയിലുള്ള എല്ലാ സ്വഭാവങ്ങളിലെയും മാറ്റം വന്നിട്ടുണ്ട്. അതേ സ്ഥാനത്ത് മുഹമ്മദ് നബി മദീനയിൽ പോയപ്പോൾ അവിടെ ക്രിസ്ത്യാനികളും യഹൂദരുമാണ്. അവരുടെ വേദം അനുസരിച്ച് ജീവിക്കാനാണ് മുഹമ്മദ് നബി അവരോട് പറഞ്ഞത്. എൻ്റെ മതത്തിലേക്ക് വരണം എന്നല്ല പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കുന്നത് പറഞ്ഞത്. പക്ഷേ പിന്നെ അവർക്കെതിരെ യുദ്ധമൊക്കെ ചെയ്തില്ല, ബനു കൈനുക്കതിനെതിരെയും. ആര് പറഞ്ഞു ആ യുദ്ധം അങ്ങനെ നടന്നിട്ടുണ്ട്? സീറത്തുൻ നബികളിലൊക്കെ ഉള്ള സീറകളാണ് പ്രശ്നം. അവിടെയൊക്കെ യഹൂദ വിരോധം, ക്രൈസ്തവ വിരോധം ഉണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടി റസൂല് അവരോട് പറഞ്ഞത് എന്താണ്? ഫൽ യഹ്കും അഹ്ലുൽ ഇൻജീലി ബിമാ അൻസലല്ലാഹ്. ഈ ബൈബിളിൻ്റെ ഇൻജീലിൻ്റെ ആളുകൾ അതനുസരിച്ച് ജീവിക്കട്ടെ, അതനുസരിച്ച് വിധിക്കട്ടെ. അപ്പോൾ കൈഫ യുഹക്കിമുനക വഇൻദഹുമുത് തൗറാത്ത്. അവർ കയ്യിൽ തൗറാത്തും വെച്ചിട്ട് പിന്നെ നിന്നെ തേടി വരുന്നത് എന്തിനാ? ഖുർആൻ ചോദിക്കുകയാണ്. അപ്പോൾ കൈഫ യുഹക്കിമുനക, നിന്നെ എന്തിനാണ് അവർ വിധികർത്താവാക്കുന്നത്? വഇൻദഹുമുത് തൗറാത്ത്, അവരുടെ കയ്യിൽ തൗറാത്തുണ്ടല്ലോ. തൗറാത്തും കയ്യിൽ വെച്ച് നിന്നെ തേടി വരേണ്ടതില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പക്ഷെ നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞിരുന്നത് ഇതെല്ലാം എന്താ പറയുക, അങ്ങനെ ഖുർആൻ പറയുന്നു. ഒരിക്കലും പറയുന്നില്ല. ഖുർആൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള ബൈബിളും അന്നത്തെ ഇഞ്ചിയിലും ഒന്നാണെന്ന് മൗലവി വിശ്വസിക്കുന്നു. ബൈബിൾ എന്ന് പറയുന്നത് മുഴുവനും വേദമാണെന്ന് ക്രിസ്ത്യാനികൾ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഇവിടെയൊക്കെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അക്ബറിനെ പോലുള്ള ആളുകളുടെ വിടുവായത്തം കേട്ടിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ബൈബിൾ മുഴുവനും വേദമാണ് എന്ന് ഇന്നേ വരെ ഒരു ക്രിസ്ത്യാനിയും ഒരു ക്രിസ്ത്യൻ സഭയും പറഞ്ഞിട്ടില്ല. 4 സുവിശേഷങ്ങൾ വേദമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതേതൊക്കെ? മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പറയുന്ന പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങൾ മാത്രമാണ് വേദം. ബാക്കിയുള്ളതൊക്കെ അപ്പോസ്തല പ്രവർത്തനങ്ങളാണ്, കൊറിന്ത്യർക്കുള്ള ലേഖനങ്ങളാണ്, പിന്നെ പൗലോസിൻ്റെ എഴുത്തുകളാണ്. ഇതൊക്കെ പിന്നീട് എഴുതി ചേർന്നതാണ്. അതൊന്നും വേദമാണെന്ന് ഒരു ക്രിസ്ത്യാനിയും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഡി ബാബു പോൾ എന്ന് പറയുന്ന പഴയ ചീഫ് സെക്രട്ടറി വേദശബ്ദരത്നാകരം എന്ന് പറയുന്ന ബൈബിളിൻ്റെ ഒരു കഥ, അതിൻ്റെ ചരിത്രവും അതിൻ്റെ പിന്നെ വ്യാഖ്യാനവും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതെങ്കിലും നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാരൊന്ന് വായിക്കണം. നമ്മുടെ ദർസുകളിലും കോളേജുകളിലൊക്കെ ഉള്ളൊരു പ്രശ്നം, മറ്റ് വേദങ്ങളെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല, ഒന്നും പഠിപ്പിക്കുന്നുമില്ല. ഇവർ ഇങ്ങനെ കുറച്ച് ശ്ലോകങ്ങൾ ആരെങ്കിലും കാണാതെ പഠിച്ച് പ്രസംഗിക്കാൻ വേണ്ടി, അങ്ങനെ പ്രസംഗ തൊഴിലാളിയാണല്ലോ നമ്മുടെ പണ്ഡിതന്മാരെന്ന് പറയുന്നത്. അങ്ങനെ മറ്റ് മതങ്ങളെക്കുറിച്ച് ഒന്നും പഠിക്കാതെ, മറ്റ് ദർശനങ്ങളെക്കുറിച്ച് ആഴത്തിലൊന്നും അറിയാതെ വെറുതെ വന്നിട്ട് പ്രസംഗിക്കുകയാണ്. മുമ്പുള്ളവർ പ്രസംഗിച്ച അതേ തെറ്റുകളോടുകൂടി ആവർത്തിച്ച് പ്രസംഗിക്കുന്നില്ലാതെ.
ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ, ഇപ്പോൾ ഞാൻ സെമിനാരികളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ്. അവിടെ അച്ഛന്മാരാകാൻ പോകുന്ന ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് മുസ്ലിം പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് അവർ ക്ലാസ് എടുപ്പിക്കും. എന്നിട്ട് അവിടെ അവർക്കുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാം, ക്ലിയർ ചെയ്യാം. അതൊരു കോഴ്സാണ്, ഒരു 40 ഡേയ്സ് അല്ലെങ്കിൽ 50 ഡേയ്സ് ഒരു കോഴ്സാണ്. ഹിന്ദു മത സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ശിവഗിരി ബ്രഹ്മ വിദ്യാലയത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ പോകുന്നുണ്ട്, അവിടുത്തെ സന്യാസിമാർക്ക് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മുസ്ലിയാക്കന്മാരൊന്നും പഠിക്കുന്നില്ല. എന്നിട്ട് പറയും ബൈബിൾ വേദമാണ്, അത് തെറ്റാണ്. ഇങ്ങനെ ആർക്കാ പറഞ്ഞുകൂടെ? അത് ഖുർആൻ തെറ്റാണെന്ന് എല്ലാവർക്കും പറഞ്ഞൂടെ? അങ്ങനെ ശൂന്യതയിൽ വെടിവെക്കാൻ ആർക്കാ കഴിയാത്തത്? അപ്പോൾ ഒരു എവിഡൻസും ഇല്ലാതെ അത് തിരുത്തിയിട്ടുണ്ട്. ആരെവിടെ തിരുത്തി? ഞാൻ ഈ അക്ബറിനോടൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ വീണ്ടും ചോദിക്കുന്നു അവരോടൊക്കെ. ഈ ബൈബിൾ തിരുത്തിയെന്ന് പറയുന്നു, എവിടെ തിരുത്തി? നിങ്ങൾ തിരുത്താത്ത ബൈബിൾ കണ്ടിട്ടുണ്ടോ? തിരുത്താത്ത ബൈബിൾ കണ്ടിട്ടില്ലെങ്കിൽ തിരുത്തിയെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അർഹതയും അവകാശമാണുള്ളത്? എവിടെയാണ് തിരുത്തിയതെന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? എന്തായിരുന്നു തിരുത്തുന്നതിന് മുമ്പുണ്ടായിരുന്നത്? തിരുത്തിയതിന് ശേഷമുള്ള മാറ്റം എന്താണെന്ന് കാണിക്കാൻ പറ്റും? വിവരമില്ലാതെ പലതും പറയാം. ഒരു വേദത്തെ ചീത്ത പറയാൻ ആർക്കാ കഴിയാത്തത്? ഈ ഖുർആൻ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയത് ഈ ഉമയ്യത്ത് കാലത്തെ ഇതിന്റെ ക്രോഡീകരണം ഒരിക്കലുമല്ല. അത് ഇവരുണ്ടാക്കിയ മറ്റൊരു കെട്ടുകഥയാണ്. മുഹമ്മദ് നബി പരാജയപ്പെട്ട പ്രവാചകനാണെന്നാണ് പറയുന്നത്. അല്ല, മുഹമ്മദ് നബിയുടെ ദൗത്യം എന്തായിരുന്നു? മുഹമ്മദ് നബി ഖുർആൻ കൈമാറുക എന്നുള്ളതല്ലേ? ആ ഖുർആൻ കൈമാറാതെ മരിച്ചുപോയ ആളാണ് മുഹമ്മദ് നബി. ഇന്ന അലൈന ജംഅഹു വ ഖുർആന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ക്രോഡീകരിച്ചത് നമ്മൾ തന്നെയാണ്. ഇത് ഇവരിലൂടെയാണ് ക്രോഡീകരിക്കേണ്ടത്. അത് കള്ളമാണത്. എന്ന് വെച്ചാൽ അമവികൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഖുർആൻ ഉസ്മാനി ഖുർആൻ ആണെന്ന് പറയുന്നു, മുഹമ്മദി ഖുർആൻ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? അതിൻ്റെ ആധികാരികത പോലും അമവികളിലേക്ക് ചേർത്ത് പറഞ്ഞു. എന്ന് വെച്ചാൽ മുഹമ്മദ് നബിയുടേതായിട്ട് ഒന്നുമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇത് ഖുർആൻ മുഹമ്മദ് നബി ക്രോഡീകരിച്ചു എന്ന് ഹാഫിളുകളുണ്ടായി. ഇതിന് തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഹാഫിളുകളുണ്ടായിരുന്നു. ഹാഫിളുകൾ യുദ്ധത്തിൽ മരിച്ചപ്പോഴാണ് ക്രോഡീകരിക്കുക. ഈ ഹാഫിളുകൾ ഉണ്ടാകുന്നെങ്കിൽ ഒരു സംഗതി കാണാതെ പഠിക്കണമെങ്കിൽ അതിന് ഒരു ഓർഡർ വേണ്ടേ? ഡിസോർഡർ ആയിട്ടുള്ളൊരു കാര്യം കാണാതെ പഠിക്കാൻ പറ്റുമോ? ഒരാൾക്ക് പഠിക്കാം, 2 ആൾ ഒരുപോലെ പഠിക്കണമെങ്കിൽ അതിനൊരു ഓർഡർ ഉണ്ടാവണ്ടേ? 10 ആൾ പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവണ്ടേ? 700 ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ക്രോഡീകരിക്കാതെ എങ്ങനെയാണ് ഓർഡർ ഉണ്ടാവുന്നത്? അതാലോചിച്ചാൽ പോരെ. ഹാഫിളുകൾ കൊല്ലപ്പെട്ടപ്പോഴാണ് ഖുർആൻ ക്രോഡീകരിക്കുക. അപ്പോൾ ക്രോഡീകരിക്കാത്ത ഖുർആൻ എങ്ങനെ ഹിഫ്ള് ചെയ്തു ഇത്രയും ആൾക്കാർ? കള്ളം പറയുമ്പോൾ ഈ കള്ളം ക്രമീകരിക്കാനുള്ള ഒരു വഴിയെങ്കിലും അവർ പഠിച്ചു വെക്കണ്ടേ? അപ്പോൾ ഇതുവരെ പറഞ്ഞ ഇസ്ലാം തികഞ്ഞ കള്ളം. ആകത്തുകങ്ങൾ അട്ടിമറിക്കാൻ. ഞാൻ അട്ടിമറിക്കുന്നതല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ ചിന്തിക്ക്. ഇതിന്റെ മുന്നെങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇത് നിങ്ങൾ പറയുന്നത് നിങ്ങളൊരു മതമാണ്. ഇപ്പോൾ ഇസ്ലാമിൽ പല ഇപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ കൺവെൻഷനലി നമുക്ക് കിട്ടിയ സുന്നി ഇസ്ലാം, ഷിയ ഇസ്ലാം, അതിനൊക്കെ ഒരു വഴിയുണ്ടല്ലോ, ഒരു സിൽസില. അല്ല, ഞാനിൻ്റെ ഇടയ്ക്ക് കരഞ്ഞാൽ പിന്നെ ഒന്നര പാടിട്ട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്കൊരു ഏകമുഖ ഇസ്ലാമിനെ ലോകത്തൊരു ഏകമുഖ ഇസ്ലാമിനെ നിങ്ങൾക്ക് കാണിച്ചാൽ, ഈ നിങ്ങൾ പറയുന്ന ഈ ട്രഡീഷണൽ സുന്നി ഇസ്ലാം, അതിൽ വഹാബിയാണോ നിങ്ങൾ പറയുന്ന സുന്നി ഇസ്ലാം? അതല്ല തരീക്കത്താണോ നിങ്ങൾ പറയുന്ന സുന്നി ഇസ്ലാം? ഇവിടെ പറയുന്ന സമസ്തക്കാരുടേതാണോ നിങ്ങൾ പറയുന്ന സുന്നി ഇസ്ലാം? അതല്ല ഹനഫിയാണോ? ഏതാണ് നിങ്ങളുടെ ഈ ട്രഡീഷണൽ സുന്നി ഇസ്ലാം? അതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ചെറുതല്ല ഞാൻ പറയട്ടെ, ചെറുതല്ല. ഞാൻ പറഞ്ഞുതരാം. നായെ തൊട്ടാൽ കഴുകണമെന്ന് ഷാഫി മദ്ഹബ്, നായെ തിന്നാമെന്ന്. അല്ല, ഞാൻ പറയുന്നത് കർമ്മശാസ്ത്രമൊക്കെ ട്രഡീഷന്റെ ഭാഗമാണല്ലോ. നായെ തൊട്ടാൽ കഴുകണമെന്ന് ഷാഫി മദ്ഹബും നായെ തിന്നാൻ പറ്റുമെന്ന് മാലിക് മദ്ഹബും പറയുമ്പോൾ ഇത് ചെറുതാണ് അഭിപ്രായ വ്യത്യാസം. ഭാര്യയെ തൊട്ട ഉളു മുറിയുമെന്ന് പിന്നെ ഷാഫി മദ്ഹബ്, ഏത് പെണ്ണിനെ ഏതാണും തൊട്ട ഉളു മുറിയിലാണ് ഹനഫി മദ്ഹബ്. ഞാൻ ചോദിക്കുന്നത് ചെറിയ കാര്യമാണോ? അപ്പോൾ ഏതാണ് നിങ്ങളുടെ ട്രഡീഷൻ? നിങ്ങളാ പറയുന്ന ഏക ട്രഡീഷൻ ഏതാണ്? എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ അത് ഓക്കെ, അതിലൊക്കെ ചെറിയ വൈവിധ്യങ്ങളും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇതിനൊരു സ്വഭാവം ഉണ്ടല്ലോ. ഇപ്പം നബിയുടെ ചരിത്രം, ഖുർആൻ, ലോകത്ത് ലഭ്യമായ ഹദീസുകൾ, നിങ്ങളെ ഞാൻ പറഞ്ഞ പോലെ സിഹാഹുസിത്ത, സുന്നി വേൾഡിലാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ടായ ഒരു നരേഷൻ, ഇതിനൊക്കെ പൊളിക്കുന്ന ഒരു സാധനമാണ് മൗലവി പറയുന്നത്. അല്ല, ഞാൻ പറയട്ടെ, ഈ നിങ്ങൾ ഈ പറയുന്ന ഈ പിന്നെ ട്രഡീഷൻ എന്ന് പറയുന്ന സംഗതിയിൽ നിന്ന് തന്നെയാണല്ലോ ഈ വൈവിധ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒന്ന്, മുഹമ്മദ് നബി ഖുർആൻ ക്രോഡീകരിച്ചു. ഈ ക്രോഡീകരണം എന്ന് പറയുന്ന രണ്ടാമത്, ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന നേതാവായ ഇനായത്തുള്ള അസദ് സുബ്ഹാനി എന്ന് പറയുന്ന പണ്ഡിതൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം മലയാളത്തിലും വന്നിട്ടുണ്ട്. അതിന്നും ലഭ്യമാണ്. IPH അല്ല, വചനം ബുക്സ് ആണെന്ന് എൻ്റെ ഓർമ്മ. കാരണം IPH കഴിയില്ലല്ലോ. അപ്പോൾ ഈ ജമാഅത്തിലുണ്ട്. അദ്ദേഹം ശാന്തപുരത്തെ അധ്യാപകനായിരുന്നു, അവിടുത്തെ ഡീനൊക്കെ ആയിരുന്നു, ഉത്തർപ്രദേശുകാരനോ മറ്റോ ആണ്.
ഇനായത്തുള്ള അസദ് സുബാനി, അദ്ദേഹം അറബിയിലാണെന്ന് തോന്നുന്നു ആ പുസ്തകം എഴുതിയത്, മലയാളത്തിലുണ്ടത്. അപ്പോൾ ഇത് പണ്ടേ ആൾക്കാർ പറയുന്ന കാര്യമാണ്. അദ്ദേഹം അതിൽ പലതും തെളിവുകളടക്കമാണ് പറഞ്ഞത്. ഈ ക്രോഡീകരണ കഥ കള്ളമാണ് എന്ന് അദ്ദേഹം അതിൽ സ്ഥാപിക്കുന്നുണ്ട്. ഏത് ഈ ഉസ്മാനാണ് ക്രോഡീകരിച്ചത് എന്ന് പറയുന്ന കഥ പച്ച കള്ളമാണ് എന്നതിൽ തെളിവ് സഹിതം അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല, സമൂഹം ചർച്ച ചെയ്യുന്നില്ല. ഇത് ഞാൻ മലയാളത്തിൽ പറഞ്ഞപ്പോഴാണല്ലോ. യഥാർത്ഥത്തിൽ ഇത് ലോകത്ത് ഈ രീതിയിൽ പറഞ്ഞ പല പണ്ഡിതന്മാരുണ്ട്. പല പണ്ഡിതന്മാരെയും കൊന്നു കളഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ വല്ല പേടിയുണ്ടോ? ഇല്ല, ഏതായാലും മരിക്കണമല്ലോ. ഞാൻ 52 വയസ്സായി. ഇനി മരിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഏറ്റവും ചുരുങ്ങിയത് റൂമിയുടെ ഈ ഒരു സംഭാഷണത്തിലൂടെയെങ്കിലും കുറേ ആൾക്കാർ അറിയുമല്ലോ ഇങ്ങനെയൊക്കെ അഭിപ്രായ വ്യത്യാസം. ഇത് ഞാൻ വിചാരിക്കുന്നു, എന്നെപ്പോലെ പറയുന്ന ആളുകൾ കൊല്ലപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഈ സന്ദേശം പ്രചരിക്കുന്നതിന് അനുഗുണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ചേകന്നൂരിന് തീർച്ചയായിട്ടും ചേകന്നൂർ എന്ന് പറയുന്ന ആള് കർമ്മശാസ്ത്രമാണ് പറഞ്ഞതെങ്കിലും ചേകന്നൂർ എന്ന് പറയുന്ന ഒരാളെ ഇന്ന് കേരളത്തിൽ ഏത് കുട്ടിക്കും ആ പേരെങ്കിലും അറിയാവുന്നത് അദ്ദേഹം മരിച്ചുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ജീവിച്ചിരുന്ന എന്തുകൊണ്ടായിരിക്കും കൊന്നിട്ടുണ്ടാകുക? ആശയത്തെ പേടിച്ചിട്ടല്ലേ കൊന്നിട്ടുണ്ട്? തീർച്ചയായിട്ടും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടോ? എനിക്ക് അങ്ങനെ പേടിയില്ല. അങ്ങനെ പേടിയുണ്ടെങ്കിൽ ഞാനിത് പറയില്ലല്ലോ. പക്ഷേ ഒരു കാര്യമുള്ളത്, അങ്ങനെ എന്നെ കൊല്ലാൻ ആർക്കെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ നേർക്ക് നേരെ വന്ന് പിന്നെ കൊല്ലുകയാണ് വേണ്ടത്. ഞാൻ നിങ്ങളെ ഇന്ന പേരിൽ കൊല്ലുന്നു എങ്കിൽ എനിക്ക് സന്തോഷത്തോടെയും മരിക്കാൻ പറ്റുമല്ലോ. അല്ലാതെ പിറകെ നിന്ന് കുത്തി കൊന്നാൽ അതൊരു സുഖമുള്ള ഒരു അതിനുള്ള പ്രിക്കോഷൻസ് എന്തെങ്കിലും ഇല്ലില്ല. ഒന്ന്, ഇത് ഒരു തുറന്ന ലോകമല്ലേ. അങ്ങനെ ഒരാളെ കൊന്നങ്ങ് ജയിച്ച് കളയാമെന്ന് വിചാരിക്കുന്ന വിഡ്ഢിത്തൊന്നും ഇന്നാർക്കും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ മൗലവിനോട് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രതികരണങ്ങൾ എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റി ഇപ്പം ചേകന്നൂർ വന്ന കാലം അല്ലല്ലോ, ഭയങ്കരമായിട്ട് മാറി. പണ്ട് സ്റ്റേജിൽ കയറാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ ആൾക്കാരായി മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിറ്റിക്ക് എങ്ങനെയാണ് ഒരു പ്രതികരണം, എങ്ങനെയാണ് ഇതിനൊക്കെ കാണുന്നത്? വലിയ തോതിൽ മാറ്റം. ഇപ്പം ഞാൻ 2017 പരസ്യമായി ഞാൻ രംഗത്ത് വരാൻ തുടങ്ങി. 2014 ഞാൻ ആ മുആവിയൻ പ്രഭാഷണം നാദാപുരത്ത് വെച്ച് നടത്തുന്നത്. അത് പറയണം മുആവിയനെ കുറിച്ച്. അതെ, ആ പ്രഭാഷണം നടത്തുന്നത് 2014 ആ 2014 ശേഷം പിന്നീട് ഞാനൊരു 3 വർഷത്തോളം മൗനിയായിരുന്നു. ഞാൻ അത് അല്ല, ഞാൻ ആ സമയത്ത് എനിക്ക് ഒന്ന് പുറത്ത് വരണമെങ്കിൽ ഞാൻ അല്പം കൂടി ഒന്ന് കരുത്താർജിക്കേണ്ടതുണ്ടായിരുന്നു. ഞാൻ ജമാഅത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സന്ദർഭം, പിന്നെ എനിക്ക് ഒരു ജോലി വേണം, പിന്നെ അതുപോലെ ഇത് പറയാനുള്ളൊരു സ്പേസ് വേണം. ഇതൊക്കെ എൻ്റെ മുന്നിൽ വലിയ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതിനു വേണ്ടി ഒരു 3 വർഷം എടുത്തു, ഒന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ. അതിനുശേഷം 2017 ജനുവരി 1 ഞാൻ ഔദ്യോഗികമായി അകമ്പുരുൾ അനൗൺസ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ഒരു തഫ്സീർ എഴുതാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വയനാട്ടിൽ വെച്ചാണ് അത് ആരംഭിക്കുന്നത്. വയനാട്ടിലെ വൈത്തിരിയിലുള്ള ഒരു റൂമിൽ വാടകയ്ക്കെടുത്ത് അവിടെ നിന്ന് ആരംഭിച്ചു. അപ്പോൾ അന്ന് തുടങ്ങുന്ന സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് 2026 എത്തി നിൽക്കുന്ന ഈ 9 വർഷങ്ങൾക്ക് ശേഷം ഞാൻ സമൂഹത്തിൽ നോക്കുമ്പോൾ ഞാൻ കൃതാർത്ഥനാണ്. ഞാൻ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ എനിക്ക് നൽകാനുള്ള മെസ്സേജിൽ വളരെ മെസ്സേജ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. സമൂഹം അലേർട്ടാണ്. അവർക്കറിയാം നിലവിലുള്ള ഇസ്ലാമിലും മതത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ എവിടെയൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, കറക്റ്റ് ചെയ്യാൻ എന്തൊക്കെയോ ഉണ്ട് എന്ന് കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന വിധത്തിലേക്ക് എൻ്റെ പ്രവർത്തനങ്ങൾ ഫലവത്തായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് വലിയ മാറ്റങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് തോന്നിയ മാറ്റങ്ങൾ? നിങ്ങൾ വരുന്നതിൻ്റെ മുമ്പുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് മാറ്റം ഉണ്ടായി? ഒന്ന്, ഈ വിവാഹത്തിൻ്റെ കാര്യത്തിൽ തന്നെ എടുക്കാം. ഞാൻ വിവാഹം ഈ പെൺകുട്ടിയെയും ഉമ്മയെയും വേദിയിലിരുത്തിക്കൊണ്ട് ഞാൻ വിവാഹം നടത്തുന്നത് ഒരു 6 വർഷം മുമ്പ്, 6-7 വർഷം മുമ്പാണ്. അത് ചേന്നമംഗലൂരിലുള്ള ഡോക്ടർ കരീമിൻ്റെ മകളുടെ വിവാഹമായിരുന്നു. ആദ്യമായിട്ട് അങ്ങനെ നടത്തിയത്. അത് വലിയ ചർച്ചയായി. അത് കോടതി കേസുകളിലേക്ക്, വ്യവഹാരങ്ങളിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായിരുന്നു കേസ്? അത് വ്യഭിചാരമാണെന്ന് ഒരു മൗലവി പ്രസംഗിച്ചു. ഈ കുട്ടി ലോയറാണ്, അവൾ കേസ് കൊടുത്തു. അങ്ങനെ അവസാനം അയാളും അയാളുടെ സംഘടനയും നേതാക്കളും ഒക്കെ, ഞാൻ സംഘടനയും നേതാക്കളെയും പറയുന്നില്ല, അവർ വന്ന് മാപ്പ് പറഞ്ഞു, പിന്നെ കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞു. അയാൾക്ക് നാട്ടിൽ വരാൻ പറ്റാത്ത, അയാൾ ഗൾഫിലിരുന്നുകൊണ്ടായിരുന്നു ഈ പ്രസംഗങ്ങളൊക്കെ നടത്തിയിരുന്നത്. അതോടുകൂടി അവർ പിൻവലിച്ചു. അപ്പോൾ അതിനുശേഷം ഒരുപാട് ഫോൺ കോളുകൾ എനിക്ക് വരികയും ഒരുപാട് ആളുകൾ എന്നെ കാണാൻ വരികയും ചെയ്യുന്നത്, എൻ്റെ മകളുടെ വിവാഹം അങ്ങനെ ചെയ്യണം, പിന്നെ എനിക്ക് എൻ്റെ ആഗ്രഹമുണ്ട്. അപ്പോൾ പിന്നെ അവരൊക്കെയും ഏതോ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ മതത്തിൽ ഉള്ളവരോ പള്ളിയിൽ പോകുന്നവരൊക്കെ ആണ്. പക്ഷേ
അങ്ങനെ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകുന്നുണ്ട്. അതുപോലെ ചരിത്രപരമായി ഇന്ന് മുആവിയ എന്ന് പറയുമ്പോൾ ഒരു ഹീറോ പരിവേഷമല്ല കേരളത്തിലുള്ളത്, ഒരു വില്ലൻ പരിവേഷമാണ്. ആ പരിവേഷം സൃഷ്ടിക്കുന്നതിൽ എനിക്ക് പിന്നെ സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പങ്കുണ്ട്. കാരണം മുആവിയ എന്ന് പറയുന്നത് അങ്ങനെ വിശുദ്ധപ്പെടുത്തപ്പെടേണ്ടുന്ന ഒരു വ്യക്തിയല്ലെന്നും മുആവിയ ഇസ്ലാമിൽ എന്തൊക്കെയോ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും പിന്നെ പൊതുവെ സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. യസീദ് എന്ന് പറയുന്നത് തനി കള്ളനാണ് എന്ന കാര്യത്തിൽ ഇന്ന് കേരളീയ മുസ്ലിങ്ങൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ചരിത്രപരമായ ഒരു പുനർചിന്തയ്ക്ക് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പിന്നെ ബാഹ്യമായ അടയാളങ്ങൾ, വലിയ താടി, പിന്നെ അതുപോലെ മുട്ടോളം കയറിപ്പോയ പാൻറ്റ്, ഇതൊക്കെ ഒരു ആഭാസമാണ്, യഥാർത്ഥത്തിൽ ഇതൊന്നും മതത്തിൻ്റെ അടയാളങ്ങളല്ല എന്നൊക്കെ ചിന്തിക്കുന്നതിന്, ഇതൊക്കെ വലിയ കാര്യമാണെന്നൊക്കെ വിചാരിച്ചെടുത്ത് അതൊക്കെ ചിന്തിക്കുന്നതിന് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയ മാറ്റങ്ങൾ അവിടെയൊന്നല്ല, മറ്റ് മതങ്ങളോടുള്ള സമീപനം കാതലായി മാറിയിട്ടുണ്ട്. അത് സംഘടനകൾക്ക് പോലും മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റ് മതങ്ങൾ അങ്ങനെ പിന്നെ നരകത്തിൻ്റെ വിറകാണ്, പിന്നെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ്, ഒതുക്കപ്പെടേണ്ടവരാണ്, അവരൊന്നും കൊള്ളൂല എന്നൊക്കെ പറയുന്നിടത്ത് നിന്ന് നമ്മളെപ്പോലെ തന്നെ ഒരു മതവിഭാഗമാണ്, അവർക്ക് അവരുടേതായ വിശുദ്ധിയുണ്ട്, ആ മതവും മോക്ഷത്തിൻ്റെ വഴിയാണ് എന്ന് പറയുന്നിടത്തേക്കും ചിന്തിക്കുന്നിടത്തേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതൊക്കെ അകമ്പൊരുളിൻ്റെ പ്രവർത്തന ഫലമാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും.